8 മണിക്കൂർ. പിന്നെ 8 മണിക്കൂർ എന്ത് ചെയ്യണം? ഉറങ്ങണം. പക്ഷേ അത് എവിടെല്ലാം മാറ്റുന്നു അവിടെല്ലാം പ്രശ്നമുണ്ട്. ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകളും കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയുള്ളൊരു മേഖലയാണ് IT മേഖല. അതിൻ്റെ ഒരു പ്രധാന കാര്യം, ഇവിടെയൊക്കെ IT ജോലി ചെയ്യുന്നവരെയൊക്കെ നല്ല ശമ്പളം കൊടുക്കുമെങ്കിലും സായിപ്പിൻ്റെ സമയത്തിട്ട് എന്ത് ചെയ്യും? പണിയിപ്പിക്കും. സായിപ്പിന് അവിടെ പകലാകുമ്പം ഇവിടെ എന്താ? രാത്രി. അവർക്കിത് ഡോളറിൽ നിന്ന് ഇന്ത്യയിലോട്ട് മാറ്റുമ്പം നമ്മൾ പറയും ഇവിടെ 1.5 കിട്ടും. പക്ഷെ അവർക്കത് അപ്പോഴും എന്താ? ലാഭമാണ്. അവൻ്റെ സമയത്തിരുത്തി നമ്മളെ പണിയിപ്പിച്ചിട്ട് ഒരുതരം മോഡേൺ സ്ലൈവറിയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ലൈഫിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പ്രശ്നം. രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ട് ഇവൻ വീട്ടിൽ വരിക. എല്ലായിടത്തും ഒത്തിരി സൈക്കോളജിക്കൽ ഇഷ്യൂസുണ്ട്, ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം വേദവസ്തം വെച്ചിട്ടുണ്ട്. ദൈവം പകലും രാത്രിയും കൂടെ എന്ത് ചെയ്തു? വേർതിരിച്ചു. രാത്രിയിൽ എന്ത് ചെയ്യണം? രാത്രി വിശ്രമിക്കണം. ദൈവത്തെ ഓർത്ത് പറയട്ടെ, പ്രാർത്ഥിക്കാൻ രാത്രി ഇരിക്കുന്ന നല്ലതാണ്, അല്ലാതെ ഒരിക്കലും രാത്രികളെ വെറുതെ കളയരുത്. ഒത്തിരി മനുഷ്യർ ഇന്ന് ഒരു ട്രെൻഡാണ് രാത്രി ഉണർന്നിരിക്കുക, മൊബൈൽ നോക്കിയിരിക്കുക, ദൂരെയുള്ള ആരോടോ സമ്പാദിക്കുക, എന്നിട്ട് പകലിരുന്ന് ഇങ്ങനെ നടക്കുക. ഈ പകലും മാണ്ട് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം? ഉറക്കം തികയാതിരിക്കുക. കാരണം രാത്രി എന്ത് ചെയ്യുന്നില്ല? ഉറങ്ങുന്നത്. രാത്രി കൃത്യം 8 മണിക്കൂർ ഉറങ്ങിക്കോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ്സോടെ എഴുന്നേക്കും. 8 മണിക്കൂർ ഉറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഉറക്കം തെളിഞ്ഞ് എഴുന്നേക്കും. അന്നേരം ഒരു സുഖമുണ്ട് ശരീരത്തിന്. ഇതെല്ലാം മനുഷ്യനെ ഇങ്ങനെ ആ മെറ്റബോളിസമാണ് നമുക്ക് ആവശ്യമായ മരുന്നുകളെല്ലാം നടക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ അത് ഞാൻ ശാസ്ത്രം പറയല്ല, എന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് നേരത്തെ കഴിച്ചാൽ, ഇതൊന്നും എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല, പിന്നെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അറിവുകളെല്ലാം എന്ത് ചെയ്യണം? പകരുന്നണമെന്നുള്ളതാണ്. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു പ്രകൃതിയിൽ നാച്ചുറൽ തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ചേച്ചിയാണ്. അപ്പം നേരത്തെ കഴിച്ചാൽ സത്യം ഗുണമാണ്. നേരത്തെ കഴിച്ചാൽ നമ്മൾ കിടക്കുമ്പോഴത്തേന് അതെല്ലാം ദഹിച്ച് കഴിയും. ശരിക്കും പറഞ്ഞാൽ വാഷ്റൂമിൽ പോയി വെള്ളം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ കിടന്നാൽ പിന്നെ നമ്മുടെ കിഡ്നി എല്ലാം റെസ്റ്റ് എടുക്കുകയാണ്. രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. രാത്രി എന്ത് ചെയ്യാനാ? റെസ്റ്റ് ചെയ്യാനാ. അപ്പം നമ്മുടെ ആന്തരിക അവയവങ്ങൾ പോലും എന്ത് ചെയ്യും? റെസ്റ്റ് ചെയ്യും. നമ്മൾ 10 മണിക്ക് മൂക്കുവിട്ട് തിന്നിട്ട് കിടന്നുറങ്ങിയ നമ്മുടെ ഉണങ്ങുമ്പോഴും നമ്മുടെ ഈ അവയവങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് എന്ത് കിട്ടുന്നില്ല? റെസ്റ്റ് കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ഒരു പൊതുവെ. ഇതെല്ലാം ആര് വെച്ചതാ? ദൈവം വെച്ചതാ. പകലും രാത്രി. അതിനാണ് ദൈവം രാത്രിയിൽ എന്ത് വെച്ചു? ശക്തി കുറഞ്ഞ വെട്ടം വെച്ചു. എന്തിനാ? രാത്രി വലിയ എനർജി വേണം. നമ്മുടെ എനർജി സോഴ്സ് എല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട? പ്രകാശമായിട്ട് ബന്ധപ്പെട്ട. അപ്പം നമുക്ക് രാത്രി വലിയ എനർജിയുടെ ആവശ്യമില്ല. അതിനാണ് ദൈവം ഈ പ്രകൃതി എന്ത് മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആരാ ദൈവത്തോട് പറഞ്ഞേ രാത്രി ഡിം ലൈറ്റ് ഇട്ടാലേ ഇവർക്കൊരു ഉറക്കമൊക്കെ വരത്തുള്ളൂ? ഇതെല്ലാം തമ്പുരാൻ സെറ്റ് ചെയ്തേക്കുക. നമ്മൾ അതുകൊണ്ടാണ് രാത്രിയിൽ പേടിയുള്ളവരാണെങ്കിലും ചെറിയ വെട്ടം വല്ലതും റൂമിൽ 0 ബൾബ് വല്ല ഇടത്തുള്ളൂ. ആരും ട്യൂബ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുമോ? ഇല്ല. വായിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോകുന്നവരുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടുന്നാ? വേദപുസ്തകത്തിൽ നിന്ന്. പകൽ വഴുവാൻ സൂര്യൻ, രാത്രി വഴുവാൻ ശക്തി കുറഞ്ഞ വെളിച്ചങ്ങളെ. കാരണം നമുക്ക് രാത്രി എന്ത് വേണ്ട? വലിയൊരു എനർജി വേണ്ട. അങ്ങനെ ദൈവം പകലിനെയും രാത്രിയും തമ്മിൽ എന്ത് ചെയ്തു? വേർതിരിച്ചു. എന്നിട്ട് ദൈവം സൃഷ്ടിച്ചു. ഇങ്ങനെ സൃഷ്ടിയെല്ലാം നടത്തിയിട്ട് അതിൻ്റെ പൂർണ്ണതയെ ദൈവം സൃഷ്ടിച്ച ഒരു കാര്യമാണ് അതിൻ്റെ 26. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം ആരെ ഉണ്ടാക്കണം? മനുഷ്യനെ ഉണ്ടാക്കണം. നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും. അപ്പോൾ നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവം ത്രിയേക ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ഒത്തിരി പേർക്ക്, ഒത്തിരി വലിയ ചിന്തകരും അല്ലെങ്കിൽ ഇപ്പോൾ ഈ മോഡേൺ ജനറേഷനിൽ ഒത്തിരി ദുരുപദേശങ്ങളൊക്കെ വരുന്നതെല്ലാം ഈ തൃത്വമായിട്ട് ബന്ധപ്പെട്ട. തൃത്വം ഒരു ഡിവൈൻ മിസ്റ്ററിയാണ്. തൃത്വം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതൊരു ബന്ധമാണ്, സ്നേഹത്തിൻ്റെ ഒരു ഐക്യതയാണ്. 3 in 1 and 1 in
നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണെങ്കിൽ പോലും സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കി ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഷെയറിംഗ് ആണ്. പിതാവ് എല്ലാം ആർക്കും കൊടുത്തു? പുത്രന് കൊടുത്തു. പുത്രൻ തമ്പുരാൻ പോയപ്പം പരിശുദ്ധാത്മാവിനെ തന്നു. പുത്രൻ എല്ലാം പിതാവിന് തിരികെ കൊടുക്കുന്നു. പിതാവെല്ലാം വീണ്ടും പുത്രന് കൊടുക്കുന്നു. പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അവർ ഹൈറാർക്കിക്ക് കീഴ്പ്പെടുകയാണ്. അതെല്ലാം സ്നേഹത്തിൻ്റെ ഒരു ഐക്യതയാണ്. അപ്പം ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. യോഹന്നാൻ പറയുന്നൊരു വാക്കാണ് ഗോഡ് ഈസ് ലവ്. ലവ് ഈസ് നോട്ട് ഗോഡ് എന്നല്ല, ഗോഡ് ഈസ് ലവ്. ഗാന്ധിജിയുടെയൊക്കെ പലരുടെയും ഇന്ത്യൻ ഫിലോസഫേഴ്സിൻ്റെ പലതിൻ്റെയും നിങ്ങളുടെ പാസ്റ്റർക്ക് നല്ല ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ലവ് ഈസ് ഗോഡ് എന്നാണ് ഇന്ത്യൻ ഫിലോസഫി, പ്രത്യേകിച്ച് ഗാന്ധിയൊക്കെ അല്ലേ. ലവ് ഈസ് ഗോഡ് എന്നാണോ ഗോഡ് ഈസ് ലവ് എന്നാണോ? ഗോഡ് ഈസ് ലവ്. ലവ് ഈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി തെറ്റാണ്. സ്നേഹം ദൈവമല്ല, ദൈവം സ്നേഹമാണ്. അപ്പോൾ അവിടെ ദൈവത്തിൽ നിന്നുള്ളവർക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ? സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ഒരു ഡിവൈൻ ആട്രിബ്യൂട്ടാണ്. ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഫിസിക്കലല്ല നമ്മളെ സൃഷ്ടിച്ചത്. സ്വർഗ്ഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ. അത്രയും വലിപ്പമുള്ളവർ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇച്ചിരി വലിപ്പം കൂടിയവരെയൊക്കെ നമ്മൾ കണ്ട ഒന്നും നോക്കത്തില്ല, എന്തൊരു തടിയാണ്. അപ്പോൾ ദൈവം വന്നാലോ? അത്രയും നമുക്ക് ഉണ്ടോ? ഇല്ല. അപ്പം ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ അത് സ്പിരിച്വലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ടാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം ദൈവം സ്നേഹമാണ്. സ്നേഹമെന്ന് പറയുന്നത് സ്നേഹമാകണമെങ്കിൽ ഒരാൾ മതിയോ? രണ്ടുപേര് വേണോ? രണ്ടുപേരും മിനിമം വേണം. എന്നാലേ സ്നേഹം ഫീൽ ചെയ്യണമെങ്കിൽ സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുക്കുന്നത് മറ്റേ ആൾ എന്ത് ചെയ്യണം? വാങ്ങണം. അല്ലെങ്കിൽ വൺ വേ ട്രാഫിക് ആയിപ്പോവും. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും? ഒന്നിയിൽ ആംഗിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെങ്കിളി ഇക്കരയ്ക്ക്. അപ്പം സ്നേഹം കൊടുക്കുകയും വേണം, സ്നേഹം വാങ്ങുകയും വേണം. ഈ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന സ്നേഹം, അതാണ് ബന്ധമെന്ന് പറയുക. അപ്പം ദൈവം ബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്നാണ് ആര് വന്നേക്കുന്നത്? മനുഷ്യൻ വന്നേക്കുന്നത്. മനുഷ്യനുള്ള ഏറ്റവും വലിയ കഴിവ് എന്താ? അപ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ബന്ധങ്ങൾ നിലനിർത്താനുമുള്ള കഴിവുണ്ട്. വ്യക്തിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു നിർവചനമുണ്ട്, എഴുതിയിടാൻ കിട്ടും. പേഴ്സൺ ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞ ഒരു ഡെഫിനിഷനാണ്. പേഴ്സൺ ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? ബന്ധമാണ്. ആ ബന്ധമില്ലെങ്കിൽ ആരില്ല? വ്യക്തിയില്ല. നമ്മളെപ്പോഴും ഓർക്കപ്പെടേണ്ട കാര്യമുണ്ട്, മനുഷ്യരെല്ലാം ബന്ധങ്ങളിൽ നിന്നാണ്. ഒരു പശു പ്രസവിക്കുന്നു, ഒരു കിടാവ്. ഇവിടെ എന്താ പറയുക? കിടാവൻ തന്നെയല്ലേ? പിള്ളേർക്ക് കിടാവെന്ന് പറയുമോ? ബിജോമനെ ഇവിടെ പിള്ളേർക്ക് കിടാവെന്ന് പറയും കേട്ടോ. കിടാവ് ഇപ്പോൾ എവിടെ നിന്ന് വന്നേ ഉള്ളൂ, സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ പറയത്തില്ലേ? പറയും. പശുവിൻ്റെ കുട്ടിക്ക് എന്താ പറയുന്നേ? കുട്ടിയെന്ന. പശുക്കിടാവ്. പശുവിൻ്റെ കുട്ടിയെ കുട്ടിയെന്ന് വിളിക്കും, പിള്ളേർ പശുക്കുട്ടി. ഓക്കെ, പശുക്കുട്ടി. അപ്പോൾ ഈ പശുക്കുട്ടിയെ കണ്ടിട്ടുണ്ടോ? കൊണ്ട കാണിക്കണം ഇപ്പോഴത്തെ പിള്ളേർ. പശു പ്രസവിക്കുന്ന കണ്ടിട്ടുണ്ടോ? പ്രസവിക്കുന്ന കണ്ടിട്ടില്ല. നമ്മുടെ പഴയ വീടുകളെല്ലാം പശു പ്രസവിക്കും. പശു പ്രസവിക്കുമ്പോൾ ആരെങ്കിലും അടുത്ത് നിൽക്കണം. എന്തിനാണെന്നറിയാം? അല്ല, ഈ മാസി തിന്നും അമ്മ. അതൊന്ന് മാറ്റിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അത് അമ്മമാരൊക്കെ അവരിങ്ങനെ കാത്തു കെട്ടി നിൽക്കും. വലിയൊരു സംഭവമാണ് പശു പ്രസവിക്കുന്നത്. ഞാൻ നിന്നിട്ടുണ്ട്. നമുക്ക് പശു ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് പശുവിനെ. ഇപ്പം നമുക്ക് സ്ഥലമില്ലെന്നുള്ളൂ. ഈ കിടാവ് പ്രസവിച്ചു കഴിഞ്ഞ് പശു കിടാവിനെ കുട്ടിയെ പ്രസവിച്ചാൽ പശുക്കുട്ടി എത്ര നേരം കൊണ്ട്, എത്ര ദിവസം കൊണ്ട് അത് നടക്കും? പശുക്കുട്ടി എത്ര ദിവസം കൊണ്ട് നടക്കും? പശുവിനെ വളർത്തിയിട്ടുണ്ടോ? പശുവിനെ കണ്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടോ? ഉണ്ടോ? പശു കിടാവ് എത്ര ദിവസം കൊണ്ട് നടക്കും? അന്ന് തന്നെ നടക്കും. അന്ന് തന്നെ ഇങ്ങനെ ഇച്ചിരി നടന്നിട്ട് പതുക്കെ പ്രാഞ്ചി എന്ത് ചെയ്യും? എഴുന്നേറ്റ് അങ്ങ് നടക്കും. പശുക്കിടാവ് നടക്കും അന്ന് തന്നെ. അതിന് ഈ പശുക്കിടാവ് അന്ന് നടക്കും. അന്ന് തന്നെ വീട്ടിലെ ചേച്ചിയും പ്രസവിച്ചു. പശുക്കിടാവ് പ്രസവിച്ച അന്ന് തന്നെ വീട്ടിലെ ചേച്ചി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു നിൽക്കും. ആ കുഞ്ഞ് എത്ര ദിവസം കൊണ്ട് നടക്കും? ഒരു മാസം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞ് നടന്നു. പറഞ്ഞു. നേഴ്സ് ആൻറ്റി പറ. 8 മാസം, എത്ര മാസം കമന്ന് വീഴും? വലിയ തടിയൊന്നുമില്ല, ഒരുമാതിരി വലിയ ഗുണ്ടുമണിയൊക്കെയാണ് താഴെ താമസിക്കും. നോർമലൊക്കെ ആണെങ്കിൽ 4 മാസം കൊണ്ടൊന്ന് കമന്ന് വീഴും. പിന്നെ തല പൊക്കി പിടിക്കും. പിന്നെ പതുക്കെ
ഇരിക്കും, പിന്നെ നടക്കും. എത്ര മിനിമം 1 വർഷം ആകത്തില്ലേ? 1 വർഷം കൊണ്ട് നടക്കുന്ന വലിയ സംഭവമാണ്. എൻ്റെ കൊച്ച് എന്തോ വീണു, കവിണ് വീണു, പിന്നെ പിന്നെ ഇരുന്നു, പിന്നെ നിന്നു, പിന്നെ നടന്നു. എൻ്റെ ഒരു മോൻ ഞങ്ങളുടെ ഒരു ഗ്രേസി ആൻറ്റിയുടെ വീട്ടിൽ വെച്ചാണ് നടന്നത്. ഇപ്പോഴും ആൻറ്റി പറയും, നീ ആദ്യമായിട്ട് നടന്നത് ഇവിടെ വെച്ചാ. പക്ഷേ ആ വീട്ടിലെ ക്ലാവ് അപ്പോഴത്തേന് അടുത്ത എന്തിനാ ഇത്രയും സമയം ഒരു കുഞ്ഞിന് കൊടുത്തേ? എന്തിനാ ഇത്രയും സമയം കൊണ്ടാണ് കുഞ്ഞിന് കൊടുത്തത്? ക്ലാവ് എന്തിനാ അന്ന് തന്നെ എഴുന്നേറ്റ് കിടന്നേ? തമ്പുരാൻ അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നേ. ഇത്രയും ദിവസം എടുത്തു, പിടിച്ചു, നടന്നു, പാട്ടുപാടി, രാരീരം പാടി. പശുക്കളാവിനെ രാരീരം പാടാറുണ്ടോ? എൻ കുഞ്ഞുറങ്ങ് എൻ കുഞ്ഞുറങ്ങ് പാടാറുണ്ടോ? ഇല്ല. എന്തിനാ ഇങ്ങനെ വളർത്തുന്നേ? ബന്ധമാണ്. അത്രയും ദിവസം കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഇനി ഈ കുഞ്ഞ് നാളെ വന്നു വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ അന്നേരം എടുത്തുകൊണ്ട് നടന്നവർ ഇതുപോലെ കിടക്കും, ഇതുപോലെ നടക്കും. അവർക്ക് ഇരിക്കുന്നുണ്ട്. എഴുന്നേക്കണേ ഒത്തിരി നേരം വേണം. എഴുന്നേറ്റാൽ ഓടാനൊക്കത്തില്ല, പിടിച്ച് നിൽക്കും, പിന്നെ നടക്കും. അപ്പോഴും അപ്പച്ചനെ എന്ത് ചെയ്യണം? കയ്യെ പിടിക്കണം. പിന്നെ അപ്പച്ചൻ എന്ത് ചെയ്യും? നടക്കുന്ന അപ്പച്ചൻ എന്ത് ചെയ്യും? ഇരിക്കും. പിന്നെ അപ്പച്ചൻ എന്ത് ചെയ്യും? കിടക്കും. അപ്പോൾ അപ്പച്ചനെ ഒന്ന് കമത്തിയിടണമെങ്കിൽ നമ്മൾ ചെല്ലണം, തിരിച്ചിടണമെങ്കിൽ നടണം. എന്തിനാ ഈ ഓൾട്ടറേഷൻ എല്ലാം വെച്ചേക്കുന്നേ? ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ് ലവ് ആൻഡ് ടേക്കിംഗ് ലവ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ബന്ധമാണ്. ആ ബന്ധം ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ആ ബന്ധങ്ങളിൽ നിന്ന് മനുഷ്യൻ ഡിറ്റാച്ച് ആകുന്നു, അന്ന് അവൻ്റെ തകർച്ച ഉണ്ടാവുക. ഇന്നത്തെ ഒരു ട്രെൻഡ് എന്താ ചോദിച്ച പിശാച് ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരിക ബന്ധങ്ങളിൽ നിന്ന്. നിങ്ങൾ വളരെ ഗൗരവമായിട്ട് അതിനെ കാണണം. എന്തെല്ലാം ദൈവം സൃഷ്ടിച്ചോ ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രവണതയാണ് നടക്കുക. എന്നിട്ട് നമുക്ക് കുടുംബ പ്രാർത്ഥന, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ അടുത്ത ഇന്ന് തന്നെ ചിന്തിക്കാം. ഇതെല്ലാം പിശാച് മാറ്റുകയാണ്. അതിനാണ് പിശാച് ഏറ്റവും കൊണ്ടുവന്ന ഒരു മോഡേൺ സ്ലേവറിയാണ് ഇൻ്റർനെറ്റ്, മൊബൈൽ വന്നതോടുകൂടി മനുഷ്യനുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം പരസ്പരമുള്ള എന്ത് കുറഞ്ഞു? കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. വരുന്നു, അവരുടെ ഫോണുമായിട്ട് പോകാം. നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ പോകുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ഹോട്ടലിൽ എല്ലാവരും കൂടെ കഴിക്കാൻ പോയാൽ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? കഴിക്കാൻ വേണ്ടിയാണോ വർത്താനം പറയാൻ വേണ്ടിയാണോ? വർത്താനം പറയാൻ, കൂട്ടത്തിൽ കഴിപ്പും ഒരു ഫെലോഷിപ്പ്. പക്ഷെ അവിടെ നമ്മൾ പോയിരുന്നാൽ അറിയാം. ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒത്തിരി ചെറുക്കനും പെണ്ണും കൂടി ഇങ്ങനെ ഹോട്ടലിലൊക്കെ വന്നിരിക്കും. ഒരിക്കൽ ഒരു തമാശ തോന്നിയാൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നുന്നു കറക്റ്റായിരിക്കും. കുറേ കിളികൾ വന്നിരിക്കുന്നു. കല്യാണം കഴിച്ച ഏതാ, കല്യാണം കഴിക്കാത്ത ഏതാ? ഈസിയായിട്ടറിയാം, വളരെ ഈസിയാണ്. കല്യാണം കഴിക്കാത്തതാണെങ്കിൽ ഇങ്ങനെ കണ്ണി നോക്കിയിരിക്കും. കല്യാണം കഴിച്ചാണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കും. ഫോണിൽ നോക്കിയിരുന്നെങ്കിൽ ഓർത്തോണം കല്യാണം കഴിച്ച. കണ്ണി നോക്കിയിരുന്നാൽ ഓർത്തോണം കെട്ടാൻ പോകുന്നേ ഉള്ളൂ. ഇത് വലിയൊരു അപകടവുമാണ്, ഈ ഫോണിൽ നോക്കിയിരുന്ന കല്യാണം കഴിച്ച. എൻ്റെ ഒരു സുഹൃത്ത് അഗാപ്പയിലെ കൗൺസിലിംഗ് സെൻ്ററിൽ നടത്തുന്ന സൈസാറ് പറഞ്ഞു, 11 വർഷം പുള്ളിയുടെ ഒരു കേസിൽ പ്രേമിച്ചു ഒരു ചെറുക്കനും പെണ്ണും. 2 മതമായിരുന്നു തോന്നുന്നു. ഏതായാലും മതത്തിൻ്റെ വേലിക്കെട്ടുകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ കെട്ടി. എത്ര വർഷം പ്രേമിച്ചു? 1, 2 അല്ല, 11. അത്രയും പ്രേമിച്ചവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ സഭയെ ചോദിച്ചു, പിള്ളേരിങ്ങനെ ഇരിക്കുക, അത്രയും പ്രേമിച്ചോ? മുമ്പ് ഇരുന്നൊരു കൊച്ചു പറഞ്ഞു, ഇല്ലെങ്കിലേ 6 മാസമായുള്ളൂ. എനിക്കങ്ങ് ഇഷ്ടമായി. പിള്ള മനസ്സിൽ കള്ളയില്ല. 11 വർഷം പ്രേമിച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ച് ആദ്യ രാത്രി പ്രശ്നം തുടങ്ങി. ഇവക്കൊരു ഉമ്മ കൊടുക്കാൻ ചെന്നപ്പം അവൾ പറഞ്ഞു, ചേട്ടൻ അങ്ങേ മുറിയിൽ പോയിട്ട് അവിടുന്ന് വീഡിയോ കോൾ വിളിക്കാൻ. കാരണം ഈ 11 വർഷം ഇവർ പ്രേമിച്ച് എങ്ങനെ? വീഡിയോയിലൂടെ. ഈ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഇവരുടെ ഈ ഡോപ്പാമൈൻ ഉണ്ടാകും. നമ്മുടെ തലച്ചോറിനകത്ത് 100 ബില്യൺ ഈ ന്യൂട്രോൺ ഇതുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടാണ് ഇത് ഓടുക. 100 ബില്യൺ. 1 ബില്യൺ എത്ര? 100 കോടി. അങ്ങനെ 100 ബില്യൺ ഉണ്ട്. ഇതിനെ ചലിപ്പിക്കുന്ന ഒരു ഡോപ്പാമൈൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെല്ലുമ്പോൾ ഡോപ്പാമൈൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുക.
അപ്പോൾ ഇവർക്ക് ഈ വീഡിയോ കോൾ വിളിക്കുമ്പോഴേ എന്തുണ്ടാകുന്നുള്ളൂ? ഡോപാമൈൻ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഡോപാമൈൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ കോൾ. ചുരുക്കത്തിൽ ആ കേസ് സംഭവിച്ചത് അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുമ്പോൾ പുതപ്പി കിടന്നുകൊണ്ട് അവൻ ഉറങ്ങുമ്പോൾ അവൾ 2 എണ്ണത്തെ വീഡിയോ കോൾ വിളിച്ച് പ്രേമിച്ചു 6 മാസത്തിനിടയ്ക്ക്. ഇപ്പോൾ അത് ഡിവോഴ്സായി. കാരണം വീഡിയോ കോളാ. കണ്ടോ അപകടം പോകുന്നത് കണ്ടോ? അപ്പം ഇവരെ മനുഷ്യനെ ബന്ധങ്ങളിൽ നിന്ന് ഇവരെ കൊണ്ടുപോവുക. എന്നിട്ട് എല്ലാവരും അവരുടെ തുരുത്തുകളിലേക്ക് കൊണ്ടുപോയി ഡിറ്റാച്ചിങ് ഫ്രം ദ റിലേഷൻഷിപ്പ്. അങ്ങനെ പറ്റുമ്പോൾ എന്തോ ചെയ്യും? ഈ ബന്ധമുള്ള മനുഷ്യർ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങൾ. ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഈ ജനറേഷൻ എന്തുണ്ട്? ബുദ്ധിയുണ്ട്. നിഷേധിക്കാമോ? തെളിവ്, നിങ്ങളുടെ കയ്യിലൊരു ഫോൺ വന്നു, എന്തെങ്കിലും ചെയ്യാൻ അറിയാവോ? വല്ലതും അറിയാമോ? അമ്മാച്ചൻ്റെ മോൻ കൊണ്ടു തന്ന സ്മാർട്ട് ഫോൺ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ തുറക്കാൻ അറിയാവോ? ഇല്ല. ഇതിനകത്ത് സിമ്മിടാൻ അറിയാവോ? ഇല്ല. വേണമെങ്കിൽ ആര് വേണം? കുഞ്ഞിന് 5 or 6 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യും. പക്ഷെ അപ്പോൾ അതിനെല്ലാം എന്തുണ്ട്? ബുദ്ധിയുണ്ട്. ബുദ്ധി കിഴിഞ്ഞ ബുദ്ധിയാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണേ, ഇത് ഈ സ്വരൂപം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നേരത്തെ ഒരു 10-20 വർഷം മുമ്പ് ഞാൻ നിങ്ങളൊക്കെ പിള്ളേരായിരിക്കുന്ന സമയത്ത് ചലിക്കാൻ പേടിയായിരുന്നു. 2-3 കാരണങ്ങളുണ്ടതിന്. എന്നെ സംബന്ധിച്ചുള്ള പ്രധാന കാരണം, എവിടെ തിരിഞ്ഞാലും വിശ്വാസികൾ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൻ്റെ അവിടോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഈ കോളേജിലോട്ട് കയറി പോകുമ്പോൾ കുറേ ഇങ്ങനെ നടക്കണം. അപ്പോൾ അവിടെ ഈ പിള്ളേരെല്ലാം വന്ന് ഈ പ്രമിക്കുന്നവരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ പൊതുവേ രാവിലെ ഇച്ചിരി ലേറ്റായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്നൊരു പെങ്കൊച്ച് അവിടെ ചെറുക്കനുമായിട്ടിരിക്കും. എന്നോട് ഭയങ്കര സ്നേഹമാണ്. അവർക്ക് ചെറുക്കനുമായിട്ട് സ്നേഹമാണ്. അപ്പം ഞാൻ അതുവഴി ചെല്ലുമ്പോൾ എടി പെണ്ണേ മതിയടി പാടി പോകാമെന്ന് പറയും. കുഴപ്പമില്ല. ഇവിടെ വന്ന് പ്രിൻസ് വന്നു, എന്നോട് ഭയങ്കര സ്നേഹവുമാണ്, കൂട്ടാണ്, നല്ല വച്ചാണ്. അവനോട് പറയും പോവാന്നും പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ കുറച്ച് ദിവസം അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ നടന്ന് കോളേജിലോട്ട് കയറി വരും. എൻ്റെ നല്ലൊരു കൂട്ടുകാരിയാണ്. അവൾക്ക് ചെറുക്കൻ്റെ കൂടെ ഇരുന്നിട്ട് എന്നെ കാണുമ്പോൾ അവളിങ്ങനെ ബഹുമാനം കൂടി, നമ്മളൊന്ന് കൊച്ചു ഉപദേശിയാണ്ട് എന്നെ കാണുമ്പോഴേ അവൾ എൻ്റെ കൂടെ ഇങ്ങനെ പോരും. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലറിഞ്ഞു എന്നും ഒരു പെണ്ണിൻ്റെ കൂടെ നടന്ന് അവനിങ്ങനെ കയറി. അത് വിളിച്ച് പറഞ്ഞ് അവിടുത്തെ ഒരു ചേച്ചി, വിശ്വാസിയാണ്, ഞങ്ങളുടെ സെൻറ്ററിലുള്ള ചേച്ചി ആൻറ്റിയോട് പറഞ്ഞു. അപ്പം എനിക്കിത് ആൻറ്റി എന്നെ ഒരു ചിരി കണ്ടപ്പോഴേ തോന്നി. ഞാൻ അന്നേരം ഇത് വന്ന് അമ്മയോട് പറഞ്ഞായിരുന്നു, മിക്കവാറും ഒരു വിളി വരാൻ സാധ്യതയുണ്ട്, ഇന്ന പെണ്ണാണ്, അവൾക്ക് എന്നെ കാണുമ്പോൾ വരുന്നതാണ്. പക്ഷേ എനിക്കതിനകത്ത് സന്തോഷമുണ്ട്. ആ ചേച്ചി ആരോട് പറഞ്ഞു? അമ്മയോട് പറഞ്ഞു. പക്ഷേ ഇന്ന് ഒരുമാതിരിപ്പെട്ടവരൊന്നും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പറഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാമോ? അവിടെ ചോദിക്കുക, ആരാ പറഞ്ഞെന്നാ? ആ പറഞ്ഞത് ഇവള് എന്ന് ആരോട് പറയും? അവനോട് പറയും. അവൻ ചിലപ്പം ചെന്ന് പിച്ചാത്തി കയറ്റും, 2 ചീത്തവിളിയൊക്കെ വിളിക്കും. എന്താടേ നീ പറഞ്ഞു? അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരൊന്നും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ മോൻ വെള്ളം അടിച്ച് റോഡിൽ കിടന്ന് ഇച്ചിരി ഇഷ്യൂ ഉണ്ടാക്കി. ഞാനതറിഞ്ഞപ്പം അവൻ്റെ അവനോട് ചെന്ന് പറഞ്ഞടാ, നിൻ്റെ ചേട്ടൻ്റെ മോനിനടുത്തൊരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്, ശരി നീ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒറ്റ ആഴ്ച കഴിഞ്ഞില്ല, ഈ പകയൻ എന്നെ വഴിക്കിട്ട് തടഞ്ഞു. ഇവനെന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. ഞാനും ഇച്ചിരി ബോൾഡായിട്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേര് നീ എന്നെ എന്ത് പറഞ്ഞാലും സ്വീകരിച്ചണം. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞത് നാട്ടുകാരോടല്ല, ഞാൻ പറഞ്ഞത് നിൻ്റെ ഉപ്പാപ്പനോടാണ്. അത് ഞാനും അവനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് പറഞ്ഞത്. ഇതിൻ്റെ പേര് നീ എന്നെ അടിച്ചാൽ ഞാൻ കൊണ്ടോളാം. പക്ഷേ മറ്റൊരു കാര്യം നീ ഓർക്കണം, ഞാൻ പറഞ്ഞത് നിനക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടാകും. അവനങ്ങ് പോയി. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ മനുഷ്യരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്ത് ചെയ്യരുത്, ഇടപെടരുത്. അതുകൊണ്ട് ആരും ആരോട് പറയത്തില്ല, വീട്ടുകാരോട് പറയത്തില്ല. സത്യമാണോ? കുറച്ചെങ്കിലും സത്യമാണോ? എന്ത് കുറഞ്ഞു? ബന്ധം കുറഞ്ഞു. മറ്റേ അനങ്ങിയാൽ എവിടെ അറിയും? വീട്ടിലറിയും. സാറിനോട് പറയും, അവിടുത്തെ അറ്റൻഡർ പറയും, എൻ്റെ കൊച്ചാ ഒന്ന് നോക്കിക്കോണേ, പിന്നെ അങ്ങ് നോട്ടമായിരിക്കും. ഇപ്പം അങ്ങനൊരു ബന്ധമുണ്ടോ? ഇല്ല. മൂന്നാമത്തെ കാര്യം, ഇതുകൊണ്ട് എന്തുകൊണ്ടെന്നറിയോ? ഭയങ്കര ധൈര്യം ഉണ്ടായി. എനിക്കറിയാവുന്നൊരു പെങ്കൊച്ച് 16 വയസ്സായുള്ളൂ, 150 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചെറുക്കനുമായിട്ട് ലൈൻ അടിച്ചിട്ട് 16 വയസ്സുള്ള പെണ്ണ്, അവനും 17 വയസ്സ്, ഇവിടെ വന്ന് ബൈക്കെ കൊണ്ടുപോയി. എന്തൊരു ധൈര്യമാണ്! പോയിട്ട് സംഭവിച്ചത്
പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് ഇവരെ കിട്ടുമ്പോൾ ഇവരെ 2-3 ദിവസമായിട്ട് വനത്തിൽ താമസിക്കുക. പടുത വലിച്ചു കെട്ടി താമസിക്കാമോ? എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ വനത്തിൽ എങ്ങനെ ഈ കൊച്ചു താമസിച്ചു? എന്തോ ധൈര്യമാണ്. നിങ്ങൾക്ക് വനത്തിൽ താമസിക്കാമോ? ആനയുണ്ട്, പുലിയുണ്ട്, പെരുമ്പാമ്പുണ്ട്, അവിടെ വനത്തിൽ താമസിച്ചു. ഇപ്പം എന്തോ ധൈര്യമാണ്. ഇതാണ് ഈ ധൈര്യം എല്ലാം ഉണ്ടാകുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. ആരെയും പേടിക്കാനില്ല. ബന്ധങ്ങളുണ്ടെങ്കിൽ ഈ ധൈര്യം ഉണ്ടാവും. നമുക്കൊരു ധൈര്യം തോന്നി. ഇപ്പം നമ്മൾ സന്ധ്യയ്ക്ക് വീട്ടിൽ കയറി വരുന്നത് ആരെ പേടിച്ചിട്ടാ? സന്ധ്യയ്ക്ക് ഇപ്പം വീട്ടിൽ കയറി വരുന്ന ആരെ പേടിച്ചിട്ടാ? അപ്പനെ അമ്മയൊക്കെ പേടിച്ചിട്ടാ, അല്ലെ ഭാര്യയെ പേടിച്ചിട്ടാ? കുറച്ച് സത്യം ഉണ്ടായിരുന്നത്. BP എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് മലയാളം എന്താ? BP. ഭാര്യയെ പേടിയാ. BP ഉള്ളവരെല്ലാം എവിടെ വരും? വീട്ടിൽ വരും. അത് വേണം, ഇച്ചിരി BP വേണം, അല്ലേ? അപ്പം ഇവർക്ക് ഭയങ്കര ധൈര്യമാണ്. ഈ ധൈര്യം ഉണ്ടാകാനുള്ള കാര്യം എന്ത് കുറഞ്ഞോണ്ടാ? സ്നേഹം കുറഞ്ഞോണ്ട്. സത്യത്തിൽ നമുക്കുണ്ടാകുന്ന പേടി ഭയം തന്നെയല്ല. എന്തുണ്ടായിരുന്നു? സ്നേഹം ഉണ്ടായിരുന്നു. അപ്പനോടൊരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് സന്ധ്യയ്ക്ക് വീട്ടിൽ കയറിയത്. അപ്പനോടൊരു സ്നേഹത്തിലൊരു ഭയമുണ്ട്. ആ ഭയം നെഗറ്റീവല്ല, ആ ഭയം പോസിറ്റീവായിട്ടൊരു ഭയമാണ്. അപ്പം ഇതെല്ലാം ഉണ്ടാകാനുള്ള കാര്യം എന്താ? സ്വരൂപമാണ്, സ്നേഹമാണ്. ഇന്ന് മനുഷ്യരുടെ സ്നേഹങ്ങൾ കുറയാൻ കാര്യം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളാവും. സ്നേഹം തണുത്തു പോകുന്ന സ്നേഹം. പക്ഷെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാ? ദൈവിക സ്വരൂപത്തിലാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഏദന്റെ തോട്ടത്തിലാക്കി വെച്ചു. അവൻ ഒറ്റയ്ക്കിരിക്കുന്ന അന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം അവനെന്തോ ഒരു തക്കതായ തുണയെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തോ ചെയ്തു? എന്തുകൊണ്ടാണ് തുണയെ കൊടുത്തെന്നറിയാവും? അവന് സ്നേഹം വേണം. അവന് എന്ത് വേണം? സ്നേഹം വേണം. ഹി ഹാസ് ടു എക്സ്പീരിയൻസ് ദറ്റ് ലവ്. അതിന് ദൈവം എന്ത് ചെയ്തു? അവന് ഉറക്കം കൊടുത്തു. ഉറക്കം കൊടുത്തിട്ട് അവൻ്റെ വാരിയിൽ നിന്ന് ആരെ എടുത്തു? ഒരു സ്ത്രീയെ എടുത്തു. വാരിയിൽ നിന്ന് എടുത്തു. അവന് വാരിയിൽ നിന്ന് സ്ത്രീയെ കൊടുക്കുമ്പോൾ ആദം എന്തോ ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. ആദം എന്ത് ചെയ്തു? ഉറങ്ങി. എല്ലാവരും എന്ന് പറഞ്ഞേ, ആദം ഉറങ്ങുമായിരുന്നു. മക്കളെല്ലാം കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദത്തിന് ഹവ്വയെ കൊടുത്തപ്പോൾ ആദം എന്തോ ചെയ്യായിരുന്നു? ആദത്തെ കിട്ടാൻ അപ്പം എന്തോ ചെയ്യണം? ആദത്തെ കിട്ടാൻ അപ്പം എന്തോ ചെയ്യണം? എൻ്റെ കൊച്ചുങ്ങളെ എന്തോ ചെയ്യണം? ചുമ്മാ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. തൻ്റെ പ്രിയനോ അവനത് എന്ത് ചെയ്യും? ഉറക്കത്തിൽ കൊടുക്കും. അപ്പോൾ ആദത്തിന് ദൈവം ഹവ്വയെ കൊടുക്കുകയായിരുന്നോ ആദം എടുക്കുകയായിരുന്നോ? കൊടുക്കുകയായിരുന്നു. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ ഏശാവ് പോയി 2 എണ്ണത്തിന് എടുത്തുകൊണ്ട് വന്നു. അത് പിന്നത്തേതിൽ അമ്മയ്ക്കും അപ്പനും എന്തിന് കാരണമായി? മനോവ്യസനത്തിന് കാരണമായി. മുമ്പോട്ടുള്ള വാക്യങ്ങൾ മനോവ്യസനത്തിന് കാരണമായി. എന്നാൽ ഇസ്ഹാക്കിന് എടുത്തില്ല, കൊടുത്തു. അത് അവൻ്റെ അമ്മയുടെ മരണദുഃഖം മാറുവാൻ കാരണമാക്കി. വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ഓർക്കണം. അപ്പോൾ അങ്ങനെ ദൈവം സൃഷ്ടിച്ചു. ഒറ്റയ്ക്കിരിക്കുന്നത് എന്തല്ല, നന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം എന്ത് ചെയ്തു? കൊടുത്തു കഴിഞ്ഞപ്പം എഴുന്നേറ്റ് വന്നപ്പോൾ 2-ാം അധ്യായത്തിലാണ് അവളെ കണ്ടു. അവളെ കണ്ടപ്പോൾ ഇവനൊരു പോയം പാടി. എന്താണ്? ഇവളെൻ്റെ അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അസ്ഥി, ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. അസ്ഥി മാംസത്തിൽ നിന്ന് മാംസം. എന്തോ അർത്ഥം? അസ്ഥി മാംസത്തിൽ നിന്ന് മാംസം. അസ്ഥി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയാണ്. എല്ല് ശക്തിയാണ്, അല്ലേ? ശക്തിയാണ്. മാംസം ഒരു പരിധി വരെ ബലഹീനതയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നീയാണ് എൻ്റെ ശക്തി, നീയാണ് എൻ്റെ ബലഹീനത. 2 സത്യമാണ്. ഏതൊരു പുരുഷൻ്റെയും ശക്തി ആരാ? സ്ത്രീയാണ്. അതിനകത്ത് നമുക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. ഞാൻ പലപ്പോഴും ഈ കള്ളം എന്ന് പറഞ്ഞാലും, ഈ അച്ചായൻ കള്ളം എന്ന് പറഞ്ഞാലും പുറത്തിറങ്ങി നോക്കണേ ആര് കൂടെ വേണം? ഈ കള്ളി കൂടെ വേണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എല്ലാം അച്ഛൻ അവിടെ നിൽക്കാൻ ഒറ്റയ്ക്ക് പോലെ ഞാനിവിടെ എന്ത് ചെയ്യാം? എന്ന് വരാം. അപ്പോൾ അവളെൻ്റെ ആരാണെന്നാ? ശക്തിയാണ്. അത് പറയുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ പാസ്റ്റർ ഇവിടെ ഉണ്ട്, എന്നാലും എൻ്റെ ഒപ്പം ഭയങ്കര ധൈര്യശാലിയാണ്. ചെറിയ ധൈര്യമൊന്നുമല്ല ഞാൻ അപ്പനിൽ നിന്ന് കണ്ടേക്കുന്നത്. എൻ്റെ അപ്പനെ പോലെ ധൈര്യമുള്ള ഒരു മനുഷ്യനെ എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനും അസാധാരണ ധൈര്യമായിരുന്നു. ഒരിക്കൽ ഒരു 10-250 പേര് കേൾക്കത്തില്ലേ? ഓക്കെ, ഇപ്പോൾ ഓക്കെ. താങ്ക് യു മോനെ.
ഒരു ഞാൻ ഇത് ലൈവ് പോകുന്നതുകൊണ്ട് ആ പേര് പറയുന്നത് 150 പേരുടെ ഒരു പ്രശ്നം. അന്ന് ഞങ്ങൾക്കൊരു കടയുണ്ട്, ഞാൻ ചെറുതാ. അവിടെ ഒരു പ്രശ്നമായിട്ട് വരിക, എല്ലാവരും കടയടച്ചിട്ട് പോയി. ഈ മനുഷ്യൻ കടയടച്ചില്ല. എല്ലാവരും വീട്ടിൽ നോക്കി, അമ്മ നെഞ്ചത്തടിച്ച് എൻ്റെ പൊന്നപ്പ അടച്ചിട്ട് പോരെ, ഒന്നില്ല. ഇവരിത്രയും പേര് വരിക. അപ്പം ഒരു കാസേര എടുത്തിട്ടിട്ട് ഒരു കൈക്കോടാലി എടുത്ത് കൈ വെച്ച് പെതുക്കെ രാഗിക്കൊണ്ടിരുന്നു. ഒരു കൈക്കോടാലി എടുത്ത് വെച്ച് ഇങ്ങനെ രാഗിക്കൊണ്ടിരുന്നു. എന്നിട്ട് കാലും വെച്ച് അവിടെ ഇരുന്നു. വന്നവരെല്ലാം പഠിക്കുക വന്നിട്ട് തിരിച്ചു പോയി. ഒറ്റ ഒരുത്തരും അങ്ങോട്ട് നോക്കിയില്ല. അത് ഒരു മനുഷ്യൻ്റെ ധൈര്യമാണ്. കണ്ണി നോക്കി ഇങ്ങനെ ഇരുന്നാൽ അറിയാം ഇവൻ വെറുതെ ഇരിക്കുകയല്ലെന്ന്. അപ്പോൾ ആ ആൾക്ക് പേടിയുണ്ടോ? ധൈര്യമുണ്ടോ? ആ ആൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ട്. അത്ര ധൈര്യശാലിയാണ്. എൻ്റെ അപ്പനും അമ്മയും കൂടെ ഭയങ്കര വഴക്കുണ്ടാക്കുമായിരുന്നു. നിങ്ങളുടെ വീടുകളിൽ വഴക്കില്ലാത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നൊരു വീട്. വീട്ടിലൊന്നും വഴക്കില്ലല്ലേ? ഇല്ല, നല്ല വീടുകളാണ്. ഞങ്ങളുടെ അമ്മയും അപ്പനും കൂടെയുള്ള ഏറ്റവും വലിയ വഴക്ക്, എൻ്റെ അമ്മയ്ക്ക് കുളിക്കാൻ മടിയായിരുന്നു. എൻ്റെ അപ്പനാണെ 2 നേരം കിട്ടിയാൽ 3 നേരം കുളിക്കുമായിരുന്നു. രാവിലെ കുളിക്കും, വൈകിട്ട് യോഗത്തിന് പോകുന്നതിന് മുമ്പ് കുളിക്കും, രാത്രി കുളിക്കാതെ പുള്ളിക്ക് കിടക്കാനൊക്കത്തില്ല. അപ്പ കുളിച്ചിട്ട് വരുമ്പോൾ അമ്മ ഇങ്ങനെ കുളിക്കാതിരിക്കും. അമ്മയെ ഇറക്കി വിടും, കുളിക്കാത്ത അമ്മയെ. ഈ കുളിച്ചവർക്ക് ആരെ കാണും ദേഷ്യമാണ്? കുളിക്കാത്തവരെ കാണുന്നത്. ഉണർന്നവർക്ക് ആരെ കാണുന്ന ദേഷ്യ? ഉറങ്ങുന്നവരെയാണ്. അത് സൈക്കോളജിയാണ്. നമ്മൾ കുളിക്കില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ച് കിടക്കും. പക്ഷെ കുളിച്ചു പോയെങ്കിൽ പിന്നെ കുളിക്കാത്തവരെ കാണുന്ന പ്രശ്നം. അപ്പോൾ അപ്പനും അമ്മയും കൂടെ പ്രശ്നം. അമ്മ കുളിക്കത്തില്ല. കുളിക്കാത്ത അമ്മയെ അപ്പ ഇറക്കി വിടും. അമ്മ വന്ന് സെറ്റിയെ കിടക്കും. പക്ഷെ അന്ന് അകത്ത് ബാത്ത് അറ്റാച്ചഡൊന്നും അല്ലാത്തതുകൊണ്ട് രാത്രി അപ്പ ഇറങ്ങുമ്പോൾ അമ്മ ചാടി അകത്ത് കയറും. അതോടുകൂടി സന്ധ്യാവിശ്വസമായി 1-ാം ദിവസം. ഇത് സ്ഥിരം നാടകമായിരുന്നു. പക്ഷേ അമ്മ മരിച്ചു കഴിഞ്ഞ് ഈ ഇഷ്ടന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു. കൂട്ടുകിടക്കാൻ അവസാനം എൻ്റെ പെങ്കൊച്ചു കൂടെ കിടക്കണമായിരുന്നു. അവളാണെങ്കിൽ ഇങ്ങനെ മാന്തി അട്ട ചുരുളൊന്നും പോലെ ചുരുണ്ട് വന്ന് തൊഴിക്കും, എന്നാലും കൂടെ കിടക്കണം. എന്താ കാര്യം? കൂടെ ഉള്ളപ്പം മനസ്സിലായില്ല ഇവളെൻ്റെ ആരായിരുന്നെന്ന്. അസ്ഥിയായിരുന്നു. ഇവളെൻ്റെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസമാണ്. അങ്ങനെ ദൈവം മനുഷ്യനെ കൊടുത്തു. മനുഷ്യനെ കൊടുത്തു കഴിഞ്ഞപ്പം കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, therefore. അത് നിമിത്തം മനുഷ്യൻ അപ്പനെ അമ്മയെ വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഇരുവരും ഒരു ദേഹമായി തീരും. പൗലോസ് അപ്പോസ്തലനത് എടുത്തു പറഞ്ഞിട്ട് പറയാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പം ഇവിടെ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. വിട്ട് പിരിയും. ആരെ? അപ്പനെയും. ബൈബിൾ എപ്പോഴും ഹോളിസ്റ്റിക്കായിട്ട് വായിക്കണം. അതിൻ്റെ അർത്ഥം വിട്ടു പിരിയെന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാണ് മാതാപിതാക്കളെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അത് മറക്കരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം. അതിൻ്റെ കുറച്ച് വളരെ ഗൗരവമായ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അപ്പനെ അമ്മയും ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും ഉള്ള കുഴപ്പം. എൻ്റെ അനുഭൂതി എന്ന് പറയാം. ഞാനെപ്പോഴും മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പന് ഒരു കതർ ജുബയൊക്കെ ഇട്ട് നല്ല സ്റ്റിഫായിട്ടായിരുന്നു ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ നടത്തിക്കുന്നതും ഞാനായിരുന്നു. എൻ്റെ ആയിരുന്നു അത് ജോലിയല്ല. സെലക്ട് ചെയ്യുക, തയ്പ്പിക്കുക, അലക്കിക്കുക, കൊടുക്കുക, എടുത്തു കൊടുക്കുക, ഇതെല്ലാം എൻ്റെ ജോലിയായിരുന്നു. പക്ഷെ ഒരു പേഴ്സ് കാണും. ആ പേഴ്സ് ഇപ്പം എൻ്റെ പോക്കറ്റിലുണ്ട്, അല്ല എൻ്റെ ബാഗിനകത്തുണ്ട്. അപ്പം അപ്പൻ്റെ പേഴ്സ് അതിനകത്ത്, അത് പക്ഷെ പിന്നെടുത്തൊരു പേഴ്സാണ്. ആദ്യത്തെ പേഴ്സിനകത്ത് എപ്പോഴും പൈസ കാണും. 1,00,000 രൂപ മിനിമം അതിനകത്ത് കാണും. എവിടെ വെച്ചേക്കെന്ന് അറിയത്തില്ല, അതിനകത്ത് കാണും. അത് 1 രൂപ പോയാൽ അറിയുകയും ചെയ്യും. അതിനകത്തുനിന്ന് പൈസ ഇപ്പം എടുത്താൽ അന്നേരം നിറയും. നമ്മൾ അങ്ങനെ ഇരുന്നതിനെ ഒരു പേര് വിളിക്കുമായിരുന്നു, അക്ഷയപാത്രമാണ്. എടുക്കാൻ ഉടനെ എന്ത് ചെയ്യും? നിറയും. അപ്പോൾ പൈസ ചോദിച്ചാൽ ഉടനെ അപ്പം തരാൻ വലിയ പാടാണ്, എന്നാലും തരും. പള്ളു പറഞ്ഞേ തരത്തുള്ളൂ. എന്നിട്ട് ഒരു കഥ പറയും. കഥ ഇതാണ്. അപ്പം മിലിറ്ററിയിൽ നിന്ന് വന്നപ്പോൾ വന്നന്ന് തന്നെ മൊത്തം പൈസ അപ്പച്ചൻ്റെ കൈ കൊടുത്തു. അപ്പച്ചൻ്റെ കൈ കൊടുത്തിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റിട്ട് ഒരിടത്ത് പോകണം, പെങ്ങളുടെ വീട്ടിൽ പോകണം. മൂത്ത പെങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞമ്മച്ചി. പോകാൻ വേണ്ടി ഇന്നപ്പം പൈസയില്ല. ഇങ്ങനെ പോകാൻ നിൽക്കുക. അപ്പം അപ്പച്ചൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഇടി അവനോട് പെട്ടെന്ന് പോകാൻ പറ, പോയാലേ രാത്രി ബസ് കിട്ടി തിരിച്ചു വരത്തുള്ളൂ. അത് ബസ്സല്ല പോകുന്നത്.
ഇങ്ങനെ പോകാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തിനാ അവനോട് പോകാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അപ്പച്ചനോട് പറഞ്ഞു, പോകാഞ്ഞത് ഒറ്റ കാര്യമുണ്ട്, അപ്പയുടെ കൈ പൈസയില്ല. അപ്പം അപ്പച്ചൻ ചോദിച്ചു, അപ്പം ഇവൻ്റെ ഈ ഇത്രയും നാളെ ജോലി ചെയ്തിട്ട് ഒരു രൂപ ഇല്ല, ഇവനെന്തോ മനുഷ്യനാണ്. അമ്മ പറഞ്ഞു, അപ്പച്ചൻ മൊത്തം പൈസ അപ്പച്ചൻ്റെ തന്നിട്ടാണ് എന്ത് ചെയ്തത്, കിടന്നേ. എൻ്റെ അപ്പച്ചൻ അങ്ങ് കരഞ്ഞു. ഒരു പേഴ്സ് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പൈസ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടാ, നിൻ്റെ ജീവകാലത്ത് ഇതിനകത്ത് കുറയത്തില്ല, പരമാർത്ഥത മരിക്കുന്നിടം വരെ കുറഞ്ഞിട്ടില്ല. മരിക്കുന്ന രാത്രി പെട്ടെന്ന് ഐ സി യു കയറി, മരിക്കുന്നേരം ഐ സി യു കയറി. ഐ സി യു എന്നൊക്കെ ഇരിക്കുമ്പോൾ തനിക്ക് തിരുവനന്തപുരത്തൊരു ചാർജ് ഉണ്ടായിരുന്നു. അവിടെ താൻ സ്നേഹിക്കുന്ന കുറേ ദൈവമക്കളുണ്ട്. ഒരു പാസ്റ്റർ മോനെ പോലെ കണ്ട ഒരു മോനുണ്ട്. അവർ കാണാൻ വന്നപ്പോഴത്തേന് ഐ സി യുലായി. പെട്ടെന്ന് ഇച്ചിരി അസുഖം കൂടി. ഐ സി യു കിടന്ന അപ്പം പറഞ്ഞു, എനിക്ക് പിള്ളേരെ കാണണം, അവരെന്നെ കാണാൻ വന്നാൽ എനിക്ക് കണ്ടേ ഒക്കത്തുള്ളൂ, ഡോക്ടർ സമ്മതിക്കത്തില്ല. ചുരുക്കത്തിൽ ഹോട്ട് ആർഗ്യുമെൻ്റായി, എനിക്ക് കണ്ടേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ എഴുതി വെച്ചു, ഞങ്ങളുടെ കൺസെൻറ്റോട് കൂടി ഇറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൺസെൻറ്റിൽ ഞങ്ങൾ ഇന്ന് ഡോക്ടറോട് പറഞ്ഞ് ഇറക്കി കൊടുക്കുക. കാരണം പുള്ളിയുടെ ആഗ്രഹമല്ലേ. ഏതായാലും പുള്ളിക്ക് വയ്യ, അപ്പം പിന്നെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. അതിന് ഡോക്ടർ സമ്മതിച്ച് ഒരു വീൽ ചെയറിൽ പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഇവരെ കണ്ടു. ഇവർ മുഴുവൻ കൂടെ ചുറ്റും നിന്ന് പാട്ടുപാടി, ഉയർത്തിലും ഞാൻ എൻ്റെ കൺകൾ. എന്നിട്ട് അവരെ തപ്പയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ പാസ്റ്റർ കൊണ്ട് കാണിക്ക കൊടുത്തു. അവരവിടെ കാണിക്ക കൊടുത്തു. ആ കാണിക്ക മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ട് കയറി കിടന്നു. രാത്രി എൻ്റെ വൈഫ് കയറിയപ്പം പറഞ്ഞു, പപ്പ അപ്പോൾ ഇതിനു മുമ്പേ പേഴ്സ് ഐ സി യു കയറിയപ്പോൾ എൻ്റെയും വന്നായിരുന്നു. എന്നെക്കുറിച്ച് പൊതുവെ പറയുന്നത്, എൻ്റെ കൈ പൈസ നിൽക്കത്തില്ല, വരും പോവും, ഈ കൈക്കിടയിൽ ദ്വാരമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എനിവേ പൈസ നിൽക്കത്തില്ല. എൻ്റെ വന്നപ്പോഴേ അത് തീരും. അപ്പം രാത്രി വൈഫ് കയറിയപ്പം പറഞ്ഞു, അപ്പം ആ പൈസ ഇങ്ങ് തരാം, എന്തിനാ ഐ സി യു പൈസ വെച്ചേക്കുന്നത്, ഇത് പോക്കറ്റ് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ പറഞ്ഞു, വേണ്ട, എൻ്റെ ചെറുക്കൻ തന്ന പൈസ അടി, അതവിടെ ഇരിക്കട്ടെ. രാവിലെ മരിക്കുമ്പോൾ ഞാൻ അടുത്ത് ഇപ്പോൾ ഉണ്ട്. ഞാനിങ്ങനെ തപ്പി തൂത്തപ്പം പോക്കറ്റ് തടഞ്ഞപ്പോൾ പൈസ, ഞാൻ ആ പൈസ എടുത്ത് എൻ്റെ പോക്കറ്റ് വെച്ചു. എൻ്റെ അപ്പം വേറെ പൈസയില്ല. മോർച്ചറി വെച്ചിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ ചെന്ന് ബില്ലടയ്ക്കുന്ന കാര്യം പറയാൻ വേണ്ടി ചെന്നപ്പോൾ അവർ ചോദിച്ചു, എത്ര രൂപ ബില്ല്? ഞാൻ ചോദിച്ചു, ഇത്ര രൂപ എന്ന് പറഞ്ഞു. ഞാൻ ഈ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോഴത്തെ അത്ഭുതം, കൃത്യം പൈസ, 1 രൂപ കൂടുതലുമില്ല, 1 രൂപ കുറയുമില്ല. ബില്ലടയ്ക്കാനുള്ള പൈസ പപ്പയുടെ പോക്കറ്റിൽ കിടന്ന പൈസയാണ്. അപ്പൻ്റെ അനുഗ്രഹം. നിൻ്റെ ആവശ്യത്തിന് നിൻ്റെ ആയുഷ്കാലത്ത് എന്ത് കുറയത്തില്ല, പൈസ കുറയത്തില്ല. അത് അപ്പൻ്റെ അനുഗ്രഹം. എന്നാൽ തിരിച്ചും പറയും, ഞാനും അമ്മയും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ അമ്മയോട് ഒരിക്കലൊഴിച്ച് ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞു. ഒരിക്കൽ വല്ലാതെ ദേഷ്യപ്പെട്ടു. അത് ഞങ്ങളുടെ BBS നടക്കുക. അപ്പോൾ തന്നെ അമ്മ ഇച്ചിരി സൈലൻ്റായി, ക്ഷീണിതയായി. അപ്പം BBS നടക്കുന്ന ആ സമയം നടക്കുമ്പോൾ അമ്മയും എന്തോ അങ്ങ് അസ്വസ്ഥയായി, അതും ഇതെല്ലാം പറഞ്ഞ് വെറുതെ ഈ ക്ഷീണിക്കുമ്പം പിന്നെ നമ്മളെ കൊള്ളത്തില്ല, നമ്മളെ വേണ്ടെന്നൊരു ചിന്തയൊക്കെ വരും. ഞാനിവിടെ ഒന്നും അല്ലേ എന്നൊക്കെ ഒരു ചിന്ത വരുമല്ലോ, വരത്തില്ലേ? ആകട്ടെ, അന്ന് അറിയാം. അപ്പം വെറുതെ എൻ്റെ വൈഫിനോട് എന്താണ്ടൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞു, അമ്മ കരഞ്ഞു. അപ്പോൾ BBS നടക്കുകയാണ്. BBSൽ അന്ന് ഏറ്റവും വലിയ BBS 2000 സിസ്റ്റം പിള്ളേരാണ്, 1-2 പേരൊന്നുമല്ല. അതിപ്പോൾ അന്നേരം വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി. റാലി പിറ്റേ ദിവസം, റാലിക്കൊരു സംഘവും നടത്തണോ വേണ്ട എന്നൊരു ആശയക്കുഴപ്പം. 2000 പിള്ളേരുണ്ട്. ഇച്ചിരി അങ്ങനെ ഒരു വളരെ ഹെക്റ്റിക്കായിട്ട് കടന്നു പോവുക. ഇതിനിടയ്ക്കാണ് അമ്മയുടെ പദം പറച്ചിലും പ്രശ്നമില്ല. ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് എന്ന് അമ്മയോട് പറഞ്ഞു, നോക്കിയോ നിങ്ങളെ ഞാൻ നോക്കിയോ, നിങ്ങൾ പുത്രദുഃഖം കണ്ട് ചത്തുപോകത്തുള്ളൂ. എന്തിനാ പറഞ്ഞെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ നോക്കി, എന്തോടാ നീ പറഞ്ഞ്? പിന്നെ എനിക്ക് അങ്ങ് അയ്യടെന്നായി. ഞാനും അമ്മയും കൂടെ പറഞ്ഞു തീർന്നു. ഞാൻ എന്നും ചെന്ന് അമ്മയുടെ കൂടെ കിടക്കും, രാവിലെ വന്ന് അമ്മയുടെ കൂടെ കിടക്കും. അമ്മയെ താരാട്ട് പാടി ഉറക്കുന്ന എൻ്റെ ജോലിയാണ്. വയ്യാതെ വന്ന പിന്നെ അമ്മയും ഞാനും കൂടെ കൂട്ടാം. പക്ഷേ അമ്മ മരിച്ചു കുറച്ച് കഴിഞ്ഞ്, കുറേ വർഷം കഴിഞ്ഞ് ഞാനൊരിടത്ത് യോഗത്തിലിരിക്കുക. യോഗം കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവിടെ കുറച്ച് പേരിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് വലിയ ധൃതിയില്ല, അതുകൊണ്ട് ഞാനും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അന്നേരം അതിനകത്തൊരു പ്രവാചകനുണ്ടായിരുന്നു. ആ പ്രവാചകൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്രിൻസ്, ദൈവാത്മാവ് ഒരു വാക്ക് കാണിക്കുന്നു, പുത്രദുഃഖം. ആ വാക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരു പൊന്തമ്പുഴ ഒരു വനമുണ്ട്. അനീച്ചാനോട് ഇരിപ്പുണ്ടാവും, ഞങ്ങളുടെ സ്ഥലം അറിയാമെന്ന്. അപ്പോൾ ആ പൊന്തമ്പുഴ വനത്തിൻ്റെ അവിടെ ഞാൻ എൻ്റെ ബുള്ളറ്റ് നിർത്തിയിട്ട് വനത്തിൽ കയറിയിരുന്നു വെറുതെ. പുത്രദുഃഖം എന്താ? ഞാനവിടെ ഒരു കല്ലായിരുന്നു ഇങ്ങനെ ആലോചിക്കുക. പുത്രദുഃഖം എന്ന് പറഞ്ഞൊരു വാക്ക് പെട്ടെന്നാണ് എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓർമ്മയിലേക്ക് ദൈവം കൊണ്ടുപോയി. അമ്മയോട് പറഞ്ഞ വാക്കാ. ആ വാക്ക് ഇന്നും ക്ഷമിക്കപ്പെടാതെ നിൽക്കുന്നു. ഏറ്റുപറയാൻ അമ്മയുണ്ടോ?
ഇല്ല. അതാണ് ഒരു വാക്കിൻ്റെ വില. ആരോട് പറഞ്ഞാൽ അവർ നമ്മളോട് പറഞ്ഞാൽ കുഴപ്പമില്ല, കുഴപ്പമുണ്ട്, നമുക്ക് ക്ഷീണമാകും. പക്ഷെ തിരിച്ചു പറഞ്ഞാൽ അത് നമുക്ക് എന്താവും? കേടാവും. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഓർക്കണം. അനുഗ്രഹമുണ്ട്, ശാപമുണ്ട്. വിട്ടുപിരിയാന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പ്രയോറിറ്റി മസ്റ്റ് ബി ചേഞ്ച്ഡ്. ഇന്നലെ വരെ അമ്മ ചായ കൊടുത്തുകൊണ്ടിരുന്നവർ ഇന്ന് ചിലപ്പോൾ ആര് കൊടുക്കും? പെണ്ണ് കൊടുക്കും. ഇന്നലെ വരെ കഥയെല്ലാം പറഞ്ഞത് അമ്മയോടാണെങ്കിൽ ഇന്ന് തൊട്ട് ആരോട് പറയും? ഭാര്യയോട് പറയും. പിന്നെയും ചെന്ന് അമ്മയോട് കഥ പറയുക. അത് ശരിയാകത്തില്ല. അത് ഈ അമ്മമാരും അറിയണം. വിട്ട് പിരിയും. ആര്? ചെറുക്കൻ. വിട്ട് പിരിച്ചില്ലേ അപകട. അങ്ങനെ കല്യാണം. അതുകൊണ്ട് എന്താ അപകടം വരുമെന്നറിയാമോ? ഈ വിട്ടു പിരിയാതിരുന്ന ഈ സ്ട്രഗിളിനിടയ്ക്ക് ബലിയാടാകുന്ന എപ്പോഴും ആരായിരിക്കും? ചെറുക്കനായിരിക്കും, അല്ലേ? ചെറുക്കൻ ബലിയാടാകും. അങ്ങനെ സംഭവം പറയും. ഞാൻ റോഡിൽ വെറുതെ പോവാ, വെറുതെ അല്ലേ, എവിടെ പോവാ? ഒരു ഫോട്ടോ ഇരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലിപ്പം മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവരും എല്ലാം എന്താ വെക്കും? ഫ്ലെക്സ് വെക്കും, ആദരാജ്ഞലികൾ. നോക്കിപ്പം യങ് മാൻ, നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ, ക്രിസ്ത്യൻ നെയ്മ. അപ്പം ഞാൻ തിരക്കിയത് എവിടാ? ഇന്നടത്താ. ഒരു കാര്യമില്ല, ആരോ ഒരാൾ മരിച്ചു. എന്നാലും ചെറുപ്പക്കാരനല്ലേ, മരണം ഒരു സങ്കടമല്ലേ, കൊച്ചു പിള്ളേർ മരിക്കുക. ഞാൻ ആ വീട്ടിൽ പോയി കുറച്ചു നേരം ഇരുന്നു, പ്രാർത്ഥിച്ചു. എനിക്കാരെന്നറിയില്ല. അവർക്ക് എന്നെ മനസ്സിലായി, പ്രിൻസ് പാസ്റ്റർ അല്ലേ? ആണോ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി വന്നു, പ്രാർത്ഥിച്ചു. എക്സോർവായി. നിങ്ങളെന്ന് പറയേണ്ട ഒരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യൻ. ഞാൻ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് യാത്ര ചെയ്ത് വരുമ്പോൾ വഴിയിൽ ഒരാൾ നിൽക്കുന്നു, എനിക്കറിയാവുന്നവരാ. ഞാൻ അവിടെ ഇറങ്ങി. എവിടെ പോയതാ? എൻ്റെ അടുത്ത് പോയതാ. കഷ്ടമായി പോയി. അത് കണ്ടപ്പോൾ ഒരു സങ്കടം. അന്നേരം ഇങ്ങനെ പോയി ഇപ്പം പോയെന്നേ ഉള്ളൂ. എന്തോ പറയാനാ, തമ്പുരാൻ അവനെ അങ്ങ് എടുത്താ പാസ്റ്റേ. ഞാൻ ചോദിച്ചു എന്താ? കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് അമ്മയ്ക്കും മോനും തമ്മിൽ പ്രശ്നം. അമ്മ മോനെ വിട്ടു കൊടുക്കത്തില്ല. അങ്ങനെ ഇവരും അമ്മയും മരുമോളും കൂടെ വഴക്ക് മൂത്തിട്ട് ഇവൻ ആ തൊട്ടടുത്ത് വേറൊരു വാടക വീടെടുത്ത് താമസമായി. കാരണം ഇവർ തമ്മിൽ ഒത്തുപോകത്തില്ല. എന്നും രാവിലെ ഇവൻ എഴുന്നേറ്റിട്ട് ഇവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ എഴുന്നേറ്റ് മേളിൽ അമ്മ എടുത്ത് പോകും. അവിടെ പോയി ഇഡലി കഴിക്കും, അല്ലെ ദോശ കഴിക്കും. അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഭാര്യയുടെ ലഞ്ച്. കാരണം ഇവൻ ആരെ പിണക്കരുത്? ക്രിസ്മസ് വന്നപ്പോൾ ഈ അമ്മ വന്നിട്ട് മോനോട് പറഞ്ഞു, ക്രിസ്മസിന് നീയും പിള്ളേരും വന്ന് ഉണ്ടണം, വീട്ടിൽ വന്ന് കേട്ടോ. നീയും പിള്ളേരും, നീയും മൊത്തനെ ഓർത്തോണേ, നീയും പിള്ളേരും. അമ്മച്ചിമാരെല്ലാം കേട്ടോണേ, നീയും പിള്ളേരും. എല്ലാ അമ്മായിമ്മയും കേട്ടോണം. ഇനി അമ്മായിമ്മ ആകാൻ പോകുന്നവരും കേട്ടോണം. നീയും പിള്ളേരും. ഇവരെന്തോ ചെയ്യാനാ? പോയില്ലെങ്കിൽ ആര് പടങ്ങും? അമ്മ പടങ്ങും. പോയാൽ ആർക്ക് സങ്കടമാകും? വെക്കോ, ഞാനിവിടെ ആരുമല്ലല്ലോ, നീയും പിള്ളേരും അല്ലേ. ഏതായാലും ഈ പിള്ളേരും കൊണ്ടല്ലല്ലോ ഞാൻ വന്നേ. ഞാൻ വന്നിട്ടല്ലേ എന്തോ ഉണ്ടായേ? പിള്ളേരുണ്ടായി. പോയാൽ ആര് വണങ്ങും? ഭാര്യ വണങ്ങും. പോയില്ലെങ്കിൽ ആര് വണങ്ങും? വണങ്ങും. കർത്താവ് അവൻ നെഞ്ചിന് വേദനിച്ചു. 24-ാം തീയതി അവനെ അങ്ങ് എടുത്തു എയർപോർട്ട്. സമാധാനായേ? ക്രിസ്മസിന് അന്ന് അവൻ മോർച്ചറിയില്ല. നീയും പിള്ളേരും. അവൻ്റെ നെഞ്ച് വേദനിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ കിടന്ന് കട്ടപ്പെട്ടോടെ, ഇനിയും പാടവർക്ക്, നീയും പോരാൻ പറഞ്ഞു. വലിയ വില കൊടുക്കേണ്ടി വരും വീട്ടിലെ വഴക്കിന്. അതൊക്കെ ഇപ്പോഴും ഓർത്തോണം. വീട്ടിലെ വഴക്കുകൾക്ക് നമ്മളായിട്ട് വില കൊടുക്കേണ്ടി വരും. നീയും പിള്ളേരും വന്ന് കഴിക്കാൻ ഈ മനസാക്ഷിയുള്ള അമ്മയ്ക്ക് പറയേണ്ട കാര്യമുണ്ടോ? എന്തൊരു അഹങ്കാര! വിളിച്ചില്ലെന്നല്ലേ ഉള്ളൂ. എളിയുന്നു. താണ്ട് 24 പച്ചക്കഥക്കിനെ അവിടെ വന്നിരിക്കുക ബോഡി. പക്ഷെ ഇവിടെ ഒരു കാര്യം നടന്നേ ഒക്കത്തുള്ളൂ. പ്രയോറിറ്റി മാറണം. വിട്ട് പിരിയണം. ലിവിങ് ആൻഡ് ക്ലിവിങ്. വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവൻ അവളെ പോറ്റി പുലർത്തണം. എന്നിട്ട് പറയാണ്, അവർ ഇരുവരും ഒരു ദേഹമായി തരും. ഈ മർമ്മം വലുത്. എഫേസ്യർ 5-ാം ഞാൻ ക്രിസ്തുവിനെയും. അപ്പൊ ഇവിടെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പനെയും അമ്മയും. അപ്പൻ അവിടെ ഉണ്ടെന്ന് പറയാം, പിതാവാം ദൈവം. അമ്മയുണ്ടോ ഇവിടെ? ഈ ഒരു കോണ്ടസ്റ്റിൽ അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ടോ? ഇല്ല. പക്ഷെ അത് മൊത്തം പുരുഷൻ ആരെ വിടും? അപ്പനെയും അമ്മയും. ഇതൊരു പ്രോഫസി കൂടാ. ക്രിസ്തുവിനെയും സഭയും. ക്രിസ്തു കാൽവരി കുരിശില് 7 മൊഴികളാണ്.
അതിനകത്ത് ഒരു മൊഴി, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. പുരുഷൻ ആരെ വിട്ടു? അമ്മയെ വിട്ടു. അമ്മയെ ആരെ ഏൽപ്പിച്ചു? യോഹന്നാനെ ഏൽപ്പിച്ചു. യേശുവിനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, സെക്കൻഡ് ആദം, ഒടുക്കത്തെ ആദം, ലാസ്റ്റ് ആദം, ദ പെർഫെക്റ്റ് മാൻ ഇൻ ദിസ് വേൾഡ്. ആദ്യത്തെ മനുഷ്യൻ, ഒന്നാമത്തെ ആദാവും ഒടുക്കത്തെ ആദാവും. ഒടുക്കത്തെ ആദം പെർഫെക്റ്റ് മാൻ, പുരുഷത്വത്തിന്റെ മൂർത്ത രൂപം. ദ പെർഫെക്റ്റ് മാൻ ദ വേൾഡ് ഹാസ് എവർ സീൻ. ലാസ്റ്റ് ആദം. ആദം അമ്മയെ വിട്ടു. അമ്മയെ ആരെ ഏൽപ്പിച്ചു? യോഹന്നാനെ ഏൽപ്പിച്ചു. പുരുഷൻ ആരെ വിടും? പുരുഷനെ ആരെ വിടും? അപ്പനെയും അമ്മയെയും വിടും. അത് കഴിഞ്ഞപ്പോൾ ഒരു നിലവിളി ഉയർന്നു, എലോഹി എലോഹി ലമ്മാ ശബക്താനി. എന്താ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ട. ആരെ വിട്ടു? അപ്പനെ വിട്ടു. അപ്പൻ കൈവിട്ടു. അപ്പം സ്വന്തം തോളിൽ എന്ത് ചെയ്തു? തലയായിച്ചു. അങ്ങനെയല്ലേ? യേശു സ്വന്തം തോളിൽ തലയായിച്ചു. സ്വന്തം തോളിൽ തലയായിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു ക്രിസ്തു ശരീരശാസ്ത്രമുണ്ട്, സഭാ ശരീരശാസ്ത്ര. പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. സഭ ക്രിസ്തുവിന്റെ ശരീരം, അതിന്റെ ശിരസ് ക്രിസ്തു. അപ്പൊ ക്രിസ്തു സ്വന്തം തോളിൽ തലയായിച്ചു എന്ന് പറഞ്ഞാൽ തലയാകുന്ന ക്രിസ്തു അപ്പനെ വിട്ടു. ആരെ വിട്ടു? അമ്മയെ വിട്ടു. എന്നിട്ട് സ്വന്തം തോളിൽ തലചായിച്ചു. അവരിരുവരും എന്തായി? ഒരു ദേഹമായി. അപ്പം ഒരു പടയാളി വന്നു, മരിച്ചു കഴിഞ്ഞപ്പം കാലൊടിച്ചില്ല, പക്ഷെ എവിടം കുത്തി? ചങ്ക് കുത്തി. ആദ്യത്തെ ആദത്തിന് ഉറങ്ങിയപ്പോൾ അവന്റെ ചങ്ക് തോർന്നു. സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ദ പിയേഴ്സ്ഡ് ഹിസ് സൈഡ്. അവിടെ നിന്നൊരു വാരിയിലെടുത്തു. അത് സൈഡല്ലേ? അതിൽ നിന്നാണ് ഹവ്വ ഉണ്ടാക്കിയത്. ഒടുക്കത്തെ ആദം ഏകാന്തത അനുഭവിക്കുക. ആദ്യത്തെ ആദവും പറഞ്ഞു എനിക്ക് ആരുമില്ല. ഒടുക്കത്തെ ആദവും പറഞ്ഞു എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടെന്ന്. അപ്പോഴാണ് സ്വന്തം തോളിൽ തല ചായ്ച്ചു മരിച്ചു. അവർ ഇരുവരും ഒന്നായി. അപ്പോൾ ഒരു പടയാളി വന്ന്, യോഹന്നാൻ 19, അവൻ്റെ വിലാപ്പുറം തുറന്നു. അവിടുന്ന് എന്തോ വന്നു? രക്തവും വെള്ളവും വന്നു. രക്തവും വെള്ളത്തിലൂടെ വന്നത് എന്താ? രക്തം കൊണ്ടും വെള്ളത്താലും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പുതിയ മണവാട്ടി വന്നു. ആ മണവാട്ടിയുടെ പേരെന്താ? സഭ. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ക്രിസ്തു കുരിശിൽ സ്വന്തം തോളിൽ തലയായിച്ചപ്പോൾ ക്രിസ്തുവും സഭയും ഒന്നായി. അവന്റെ ശരീരമാകുന്ന സഭ, അവന്റെ ശിരസാകുന്ന ക്രിസ്തു, അവരിരുവരും ഒന്നായി തീർന്നു. അവിടുത്തെ വിലാപ്പുറം തുറന്നു. അതിനകത്തുനിന്ന് ഒരു പുതിയ മണവാട്ടി വന്നു. അവളുടെ പേരെന്നാ? സഭ. പുതിയ നിയമ ഹവ്വ സഭ. ആ സഭയാണ് രക്തത്താലും വെള്ളപ്പാലും കഴുകപ്പെട്ട നമ്മൾ. മറക്കരുത്. ആ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുരുഷന്റെ മരണത്തിൽ വന്നതാ. പുരുഷൻ കൈവിടപ്പെട്ടു പോയപ്പം വന്നതാ. പുരുഷൻ നിലവിളിക്കുന്നുണ്ട്. ആ പുരുഷൻ നിലവിളിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത്. അപ്പോൾ ഏതു മനുഷ്യന്റെ ഏറ്റവും വലിയ സങ്കടം കൈവിടപ്പെട്ടു പോവാ. പക്ഷെ കൈവിടപ്പെടലിന്റെ പാരമ്യം ക്രൂശിൽ അനുഭവിച്ചവൻ പറയുന്നു, നീ എൻ്റെ കൈവിടപ്പെടലിന്റെ പാരമ്യത്തിലാണ് എൻ്റെ ചങ്കിനകത്തുനിന്ന് പുറത്തു വന്നത്. അതുകൊണ്ട് നിന്നെ ചങ്കോട് ചേർത്ത് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, കൈവിടില്ല. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലുത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ അത്ര മഹത്തരമാണ് ഭാര്യാഭർത്തൃ ബന്ധം. അത്ര മഹത്തരമാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ മാര്യേജിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്? ഇത് ഈ മർമ്മമായതുകൊണ്ടാണ്. ഇത്ര കഷ്ടപ്പെട്ടാണ് ക്രിസ്തു കുരിശിൽ നമ്മളെ ചേർത്ത് പിടിച്ചത്. അതിൻ്റെ നിഴലാണ്, അതിൻ്റെ പൊരുടും നിഴലുമാണ്. അതുകൊണ്ട് ക്രിസ്തു പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായിട്ട് വിടുകയില്ല, ലോകാവസാനത്തോളം കൂടെ ഇരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ സഭ വെറുക്കുന്ന ഏറ്റവും വലിയൊരു മഹാപാതകമുണ്ട്. എന്താ? വിവാഹമോചന. എന്തുകൊണ്ടാണ് വിവാഹമോചനം ദൈവത്തിന് അറപ്പായിരിക്കുന്നറിയാമോ? ഇതാണ് വിവാഹത്തിൻ്റെ നിഴൽ. ഇതാണ് വിവാഹത്തിൻ്റെ നിഴൽ. അതുകൊണ്ട് ദൈവസഭ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം. കല്യാണത്തിനൊക്കെ മുമ്പ് ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങണം. ആണും പെണ്ണും, ആണിൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാർ. പലപ്പോഴും പെൺകുട്ടി ആൺകുട്ടി അല്ല ഇടപെടൽ, പ്രശ്നം വീട്ടുകാരാ. ഹെൽത്തി ഇൻ്റർവെൻഷൻ നല്ലതാ, പക്ഷെ അൺഹെൽത്തി ഇൻ്റർവെൻഷൻസ് ഉണ്ട്. പല പ്രശ്നങ്ങളും സോൾവ് ആകും. ടൈം ഹീൽസ് എവരിതിങ്.
എല്ലാ കുടുംബത്തിലും ഒരു സഹനത്തിൻ്റെ മനസ്സിലാക്കാൻ വരുന്ന ഒരു ആദ്യത്തെ സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഡിവോഴ്സ് കൂടുക ഈ മർമ്മം അറിയാത്തോണ്ടാ. ഡിവോഴ്സ് കൂടാനുള്ളത് കാരണം, ഞാനൊരു സർവേ നടത്തി. ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോകുന്നിടത്തെല്ലാം ചോദിക്കുന്നു, പഠിക്കുന്നു, ശ്രമിക്കുന്നു. എൻ്റെ അറിവ്, എൻ്റെ തിസിസ് ശരിയോ തെറ്റോ നിങ്ങൾ പറയണം. ഡിവോഴ്സ് കൂടിയത് എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൻ്റെ ഇടയിലാണോ അൺഎഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൻ്റെ ഇടയിലാണോ? എഡ്യൂക്കേറ്റഡ്. ഭാര്യയ്ക്കും ഭർത്താവിന് എഡ്യൂക്കേഷൻ കൂടി, അവിടെ അല്ലേ വിവാഹമോചനം. വിവാഹമോചനത്തിന് 8ാം ക്ലാസ്സിൽ തോറ്റായിട്ട് ചേച്ചി, 9ാം ക്ലാസ്സിൽ തോറ്റ അച്ഛനെ കെട്ടി, ചേച്ചി വീട്ടിലൊക്കെ ഇടയ്ക്ക് പണിക്ക് പോകും, അച്ഛൻ്റെ അറിയാത്ത. ഇവർ തമ്മിൽ കല്യാണം പിണങ്ങി ഇവള് വീട്ടിൽ പോയി. അതിനിടയ്ക്കൊരു വക്കീലിനെ പിടിച്ചു. വക്കീൽ നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം റെഡിയാക്കി തന്നേക്ക്, നാളെ ഒരു 25,000 രൂപയുമായിട്ട് അവൾ പറഞ്ഞു. 25,000 രൂപയോ? പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തി. അവൾ വീട്ടിൽ നിന്ന് ഇതിനിടയ്ക്ക് നാത്തൂനുമായിട്ട് വഴക്കുണ്ടായി. ആരുടെ നാത്തൂനുമായിട്ടാ? അവിടെ നാത്തൂനായിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, പോഴീൻ്റെ പാട്ട് നിന്നെ വെള്ളത്തെക്കാട്ടി നല്ല എൻ്റെ കെട്ടിയോ എൻ്റെ കഞ്ഞിവെള്ളം ആടി. അങ്ങ് തിരിച്ചു പോയി. ഇവൻ ആരാ മോൻ? അന്ന് തന്നെ അവൾ ഗർഭിണിയായി. ഇപ്പോൾ ഒരു കൊച്ചുണ്ടായി, പിന്നെ അടുത്ത കൊച്ചുണ്ടായി. ഇപ്പം ഇവള് പറയുന്നുണ്ട്, ഞാനങ്ങ് സഹിക്കുക ഈ പിള്ളേരെ ഓർത്ത്, ഞാൻ എന്ത് ചെയ്യുക, സഹിക്കുക. തിരിച്ചു പോയാൽ നാത്തൂൻ്റെ നിന്നവളം കാണുന്നത്. പക്ഷെ ഇവക്ക് ജോലിയുണ്ട്, അവിടെ വീട്ടുകാർക്ക് പൈസയുണ്ട്. പണ്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പെണ്ണ് വീട്ടിൽ വന്നിട്ട് പറയും, ഇവിടെ പ്രശ്നമാണ്, ഞാനങ്ങ് പോരുവാ, ഞാനിപ്പം അങ്ങ് വരും, ഇവിടെ ഭയങ്കര എന്നാടി. അതേ, അതുകൊണ്ടാണ് ഈ ജ്ഞാനമുള്ള സ്ത്രീ എന്തോ പണിയും, വീട് പണി. ജ്ഞാനം എന്ന് പറയുന്ന അറിവല്ല, ഡിവൈൻ വിസ്ഡമാണ്. എന്നാ കാര്യം? അമ്മ ഇവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, ഒരു പെണ്ണിന്റെ. ഞാൻ കണ്ടു, ഞാൻ എനിക്കിനി വേണ്ട അവനെ, ഞാൻ വരിക, വഞ്ചകൻ, ചതിയൻ. എന്നാൽ ഈ വല്യമ്മ പറയാ, ജ്ഞാനമുള്ള വല്യമ്മ, നീ എന്തോ കണ്ടു? മെസ്സേജ്. അതല്ലേ കണ്ടുള്ളൂ. ആ, നിന്റെ വല്യപ്പനുണ്ടല്ലോ ഇളെ ഞാൻ ലൈവായിട്ട് പിടിച്ചതാ. ലൈവായിട്ട് നമ്മുടെ പല വല്യപ്പന്മാരെ അമ്മച്ചമാരെ പിടിച്ചതാ, ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യെ പിടിച്ച് വരുന്ന പോടോ ഇവിടെ, അവക്കിട്ട് 2 അടിയും കൊടുത്തികളെ ഇളിങ്ങനെ വരുണ്ട ചമ്മി, പിന്നെ ആള് ജീവിതത്തിൽ പോകത്തില്ല. ശരിയാന്നോടോ? കളഞ്ഞില്ല. അന്ന് നിന്റെ അമ്മ കൊച്ചാ, അതുകൊണ്ട് എന്തോ ചെയ്തില്ല, കളഞ്ഞില്ല. അന്ന് അവള് പറഞ്ഞ് ചാകുമെന്ന്. നിങ്ങളെന്നെ കൊണ്ടുപോയില്ലേ, നിങ്ങളെൻ്റെ ശാപം കാണും. ആ ശാപം കുടിച്ചിട്ടോളാം. ചാകുമെന്ന് പറഞ്ഞവരെല്ലാം ചാവുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ആരെങ്കിലും കാണുമോ? ഇങ്ങോട്ട് നോക്കി. ചാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കണ്ണ് നോക്കി. ചാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചാകണം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആൻറ്റി പറഞ്ഞിട്ടില്ല. ദൈവം അനുഗ്രഹിക്കില്ല. പറഞ്ഞിട്ടുണ്ടോ? സത്യം പറ, എൻ്റെ കണ്ണിൽ നോക്കി പറയണം. ഈ ചാകുമെന്ന് പറഞ്ഞവരെല്ലാം ചത്താലേ? ചാകത്തില്ല മക്കളെ, അങ്ങനൊന്നും പേടിക്കരുത്. ഞാനൊരു ദിവസം ആത്മഹത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കയറി വന്നു. എന്തോ വിഷയം ഞാൻ പറഞ്ഞു, ആത്മഹത്യ കൂടുന്നു, അതിനെപ്പറ്റി കാര്യകാരണ സഹിതം പൗർവിഷൻ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഞാൻ വിശദമായിട്ട് പഠിക്കുക. ശരിക്കും ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ അതേ ഒരു രസകരമായ സംഭവം പറഞ്ഞു. ഞങ്ങളുടെ അവിടെ അവരുടെ അടുത്തൊരു മനുഷ്യന് ചാകണം തോന്നി. ഇവന് അങ്ങ് സൂയിസൈഡ് ടെൻഡൻസി കേട്ടിട്ട് ഇവൻ ചാകാൻ വേണ്ടി ഒരു കയറുമെടുത്ത് വനത്തിൽ കയറിപ്പോയി. സത്യമായിട്ട് ഇവന് വനത്തിൽ കയറി. ആ വെപ്രാളം കയറി വനത്തിൽ ചാകാൻ പോയപ്പോൾ ഇവന് വയറ്റിൽ നിന്ന് പോകണം തോന്നി. അവനൊരു പാറപ്പുറത്ത് പോയിരുന്നു, ആഘോഷമായിട്ട് വയറ്റിൽ നിന്ന് പോയി. അപ്പോൾ അവൻ്റെ ചിന്ത, ഈ കോലത്തിൽ പോയി കെട്ട് ഞാൻ ഈ അഴിക്കുന്നവർക്ക് നാറത്തില്ലേ. അപ്പോൾ അവനെന്ത് ചെയ്യുന്നറിയാം, അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു അരുവിയുണ്ട്, അവിടെ പോയി ശരിക്കും കുളിച്ചും വയറ്റിൽ നിന്ന് പോയപ്പോൾ ഇവൻ ചാകുന്ന കാര്യം മറന്നുപോയി. ഇവൻ ആ കയറുമായിട്ട് ഇറങ്ങി വന്ന് പൊരുത്തം ചോദിച്ചു, നീ എവിടെ പോയാ ചാകാൻ പോയത്? ഒരു കാര്യം ചെയ്യാം, കയറിങ്ങി തരാൻ പറഞ്ഞു. ആ കയറിയിൽ ഇന്ന് അവിടെ ഒരു കടയിൽ പഴക്കൊല കെട്ടി തൂക്കുന്നുണ്ട്. അപ്പം ചാകണം തോന്നുമ്പോൾ എന്ത് ചെയ്താൽ മതി? നല്ല പൊരുത്തും വയറ്റിൽ നിന്ന് പോയാൽ 50% ചാകണം. ഇത് സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡേ ഉള്ളൂ. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് ഈ ചാകണം തോന്നുന്നത്. ശരിയല്ലേ? ചത്തോരാരും ചാകാൻ വേണ്ടി ചത്താലും ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ തന്നത്. അന്നേരം ആരെങ്കിലും ഒരു വിളിക്കുകയൊക്കെ ചെയ്താൽ മതി, അതങ്ങ് മാറിപ്പോകും. സത്യല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്നതിൻ്റെ താല്പര്യം, ചാകണമെന്ന് പറഞ്ഞവരെല്ലാം ചാവുമോ? ഇല്ല, അവിടെ നിന്നോളാൻ പറഞ്ഞാൽ മതി, ഇതങ്ങ് തീരും. നമ്മുടെ ഹെൽത്തി ഇൻ്റർവെൻഷൻ ആയിരിക്കണം എപ്പോഴും. പേരൻസിൻ്റെ ഹെൽത്തി ഇൻ്റർവെൻഷൻ. കുഞ്ഞുങ്ങളെ അവിടെ നിൽക്കുക, ശരിയാവും.
എല്ലാ ഫാമിലിക്കും ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ഒരു കൺഫ്യൂഷൻ്റെ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോ ഇച്ചിരി കഴിയുമ്പോൾ അതെന്താവും, ശരിയാവും. അവിടെ പിടിച്ച് നിന്നോ പിന്നെ കയറിപ്പോക്കോളും. പക്ഷേ ഇന്ന് പെട്ടെന്നൊക്കെ ഡിവോഴ്സ് നടക്കുമ്പോൾ ഈ മർമ്മം അറിയുന്നില്ല. ദിസ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. മനസ്സിലാകുന്നുണ്ടോ? വിവാഹമോചനം ദൈവത്തിന് എന്താ, അറപ്പും വെറുപ്പുമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ 3 പ്രാവശ്യം പറയിപ്പിക്കും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുക. എന്തുകൊണ്ടാണ്? അത്ര പ്രാധാന്യമാണ് ഈ വചനം വിവാഹത്തിന് കൊടുക്കുന്നതാണ്. ഈ വചനം വിവാഹത്തിന് കൊടുക്കുന്നതാണ്. ഞാൻ രാവിലെ പറഞ്ഞു, അതുകൊണ്ടാണ് ക്രിസ്തു ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അവർ മേലെ 2 1 ദൈവം യോജിപ്പിച്ചതിനെ എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? Have you not read? നിങ്ങൾ വായിച്ചിട്ടില്ലയോ? 2-ാം അധ്യായം. മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചില്ല. ഇരുവരും ഒരു ദേഹമായി. ഈ മർമ്മം ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ച് പറയാം. 3-ാം അധ്യായം. അവരെ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം കഴിക്കാം. ശരിക്കും മനുഷ്യൻ ഇന്നിപ്പോൾ ഈ നോൺ വെച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും മനുഷ്യൻ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? വെജിറ്റേറിയൻ ഒന്നും അല്ല, ഇച്ചിരി കൂടുതലാണ്, ഫ്രൂട്ടേറിയൻ ആണ്. നീ എന്തോ കഴിക്കണം? ഫ്രൂട്ട്സ് കഴിച്ച് ജീവിക്കണം. പഴവർഗ്ഗങ്ങൾ കഴിക്കണം. വൃക്ഷത്തിൻ്റെ എന്ത് കഴിക്കണം? ഫലം കഴിക്കണം. മനുഷ്യന് ദൈവം കൊടുത്തേക്കുന്ന ഏറ്റവും വലിയ, പക്ഷേ എന്തോ ചെയ്യാൻ നമ്മൾ ഇത് തിന്നുന്നില്ലെന്ന്. ഫ്രൂട്ട്സ് മനുഷ്യന് വേണ്ടാത്തതുകൊണ്ടാണ് ചക്കക്കൊമ്പനും അരിക്കൊമ്പനും ഒക്കെ വന്നത്. അവർക്ക് ചക്കക്കൊമ്പൻ എന്തോ മതി? ചക്ക മതി. അരിക്കൊമ്പൻ എനിക്കൊന്നും ഡയബറ്റിക് ഇല്ല, അതുകൊണ്ടാണ് അവന് ഭയങ്കര ഈ കുറച്ച് കഴിയുമ്പോൾ അരിക്കൊമ്പൻ എന്തോ വരുമായിരിക്കും. ഈ അരിയെല്ലാം കൂടെ തിന്ന് സ്റ്റാർച്ചൊക്കെ പിടിച്ച് ചിലപ്പോൾ ഡയബറ്റിക് ഉണ്ടാകാതിരിക്കട്ടെ. എൻ്റെ ദൈവമേ. എനിവേ, മനുഷ്യൻ ഫ്രൂട്ടേറിയനാണ്. ഫലങ്ങൾ തിന്നണം. മനുഷ്യന് ദൈവം ഈ നോൺ വെജ് ഒത്തിരി കഴിക്കാതിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം ഈ നോൺ വെജ് കഴിക്കുന്ന മൃഗങ്ങളെല്ലാം തന്നെ രാത്രിയിലാണ് നടക്കുക, ഇര തേടി നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതിൻ്റെ അർത്ഥം എന്തും കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ കുറച്ചുകൂടെ ഹെൽത്ത്. ഇപ്പോൾ 3-ാം അധ്യായത്തിൽ ദൈവം അവരെ തോട്ടത്തിൽ നടുക്കാക്കിയിട്ട് പറഞ്ഞു, എല്ലാം കഴിക്കാം, പക്ഷെ ഒന്ന് മാത്രം കഴിക്കരുത്, നടുക്ക് ഇരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. അങ്ങനെ പറയാൻ ഒരു കാര്യമുണ്ട്. ഏത് വൃക്ഷഫലം അത്? ട്രീ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം. ഇതെന്തുകൊണ്ടാണെന്ന് എൻ്റെ ഒരു വ്യാഖ്യാനം, ഈ നന്മയും തിന്മയും നിശ്ചയിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലാണോ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണോ? ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ വേണോ കാണാൻ, നമ്മുടെ കണ്ണിൽ കൂടെ വേണോ? ഇതെന്താ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമുണ്ട്. ഒരു ജനറേഷൻ്റെ ഒരു ചോദ്യമാണ്. എന്ത് ഉപദേശം കൊടുത്താൻ ചോദിക്കും, എന്നത്തെ എന്താ തെറ്റ്? എന്നോട് പ്രീമാരിറ്റൽ സെക്സിനെ പറ്റിയോ, വെള്ളം കൊഹാബിറ്റേഷനെ കുറിച്ചോ, ഇപ്പോൾ ഈ LGBT അവരങ്ങനെ ലൈക്ക് ദാറ്റ്, ബട്ട്സ് റോങ് ഇൻ ഇറ്റ്, അവർ ലെറ്റ് ദം ബി ലൈക്ക് ദാറ്റ്. നിങ്ങളെന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? അപ്പോൾ ഇവർക്ക് ശരി തെറ്റുകളെ കുറിച്ചുള്ള ബോധമില്ല. അവനവൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് മനുഷ്യൻ നന്മയും തിന്മയും നിശ്ചയിക്കുക. ദൈവം പറഞ്ഞു, അവത്തെ തൊടണ്ട, നീ എൻ്റെ സ്വാതന്ത്ര്യത്തിലും എൻ്റെ സ്റ്റാൻഡേർഡ് ജീവിക്കണം, നിൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് എന്നെ കൊണ്ടുവരരുത്. നന്മയും തിന്മയും നിശ്ചയിക്കേണ്ടത് ആരുടെ സ്റ്റാൻഡേർഡില്ല? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡില്ല. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് വിട്ടാ ഇപ്പം ഈ എല്ലാ പേരൻസും ഒരു പരിധി വരെയൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എങ്ങനെ മുടി വളർത്തണം, ഇതൊക്കെ നമ്മൾ പറയുന്നവരല്ലെങ്കിലും ഒരു പ്രശ്നമാണ്. ശരിക്കും നമ്മുടെ ഒരു കൾച്ചറുണ്ട്, ബൈബിൾ ട്രഡീഷൻ ഉണ്ടല്ലോ, ഒരു എല്ലാവർക്കും സ്ട്രഗിളൊക്കെയാണ്. അപ്പോൾ ഒരു ഉദ്ദേശം എന്തോ പറഞ്ഞപ്പം ഇവനിങ്ങനെ വല്ലാതെ ഊശാന്തടിയൊക്കെ വളർത്തിക്കൊണ്ടൊക്കെ വന്നു. ഇങ്ങനെ ഇവിടെ മാത്രം ഇങ്ങനെ വെച്ച് ഇങ്ങനെ നക്കണം. അപ്പോൾ ഉദ്ദേശം എന്തോ പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, മീശ വെക്കരുത്, വേദവസത്തിലുണ്ടോ? അപ്പോൾ ഉദ്ദേശം പറഞ്ഞു, മോനെ, വേദവസത്തിൽ മീശ എന്നല്ല, ആവശ്യമില്ലാത്ത ഒരു കാര്യം ഇതിനകത്ത് കൊണ്ട് വെക്കരുത്. അവൻ്റെ ചോദ്യം എന്താ? വേദവസത്തിൽ മീശ വെക്കരുന്നുണ്ടോ? മോനെ, ഇതിനകത്ത് വേറെ ഒരു കാര്യം എന്ത് ചെയ്യരുത്, വെക്കരുത്. അതൊക്കെ വെക്കാനാണോ ഇത്? അല്ല. അതുകൊണ്ട് നീ ഇതിനകത്ത് മീശ ഒരിക്കലും എന്ത് ചെയ്യരുത്. അല്ല, ഇങ്ങനെ പറയുന്നവനോട് എന്തോ പറയണ്ടേ? എനിവേ, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട്സ് റോങ് ഇൻ ഇറ്റ്. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ എന്ത് ചെയ്താലും ആരുടെ സ്റ്റാൻഡേർഡ് ചെയ്യണം? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ഇപ്പം ഡൂസ് ആൻഡ് ഡോൺസ് അല്ല ഞാൻ പറയുക. ഞാനങ്ങനെ നിങ്ങൾ അതെടുക്കണം, ഇതെടുക്കണം, ഇങ്ങനെ മുടി വെട്ടണം, അങ്ങനെ മുടി വെട്ടണം, ഇതൊന്നും പറയാൻ ഞാൻ നിൽക്കുകയല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എന്ത് ചെയ്താലും
നമ്മുടെ മനസാക്ഷിയിൽ ഒറ്റ കാര്യം ചോദിക്കുക, ദൈവത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ടോ, നിരക്കുന്നുണ്ടോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ചോദിച്ചാൽ ഉത്തരം കിട്ടും. സീരിയസ് ആണെങ്കിൽ ഉത്തരം കിട്ടും. അപ്പോൾ നന്മയെക്കുറിച്ചല്ല അതിൻ്റെ വിഷയത്തിൽ നിങ്ങൾ തുടണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ജീവിക്കരുത്, എൻ്റെ സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്യണം, ജീവിക്കണം. അപ്പോഴാണ് സാത്താൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനല്ല, നിങ്ങളിത് കഴിച്ചാൽ കണ്ണു തുറക്കും, നിങ്ങൾ ആരെപ്പോലെ കാണും, ദൈവത്തെ പോലെ. ഈ സാത്താൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാവും? സാത്താൻ്റെ ഏറ്റവും വലിയ കഴിവ് കള്ളം സത്യമാക്കി അവതരിക്കും. അഡ്വർടൈസ്മെന്റ് മുഴുവൻ ഇങ്ങനെ, ഇത് കഴിക്കൂ, ഇങ്ങനെയാകൂ. അങ്ങനെ ആകുമെന്നല്ല, കിഡ്നി അടിച്ചു പോവും. ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടേ, വെളുക്കാൻ തേച്ചത് അവസാനം എന്താകും, വേണ്ടാവും. എല്ലാവരും അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു കൾച്ചർ ഞാൻ ചോദിച്ചാൽ, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ നമ്മളെ എന്ത് ചെയ്യണം, അതുകൊണ്ടാണ് അഡ്വർടൈസ്മെന്റ് കണ്ട് ഒരിക്കലും ഒരു സാധനം എന്ത് ചെയ്യരുത്, മേടിക്കരുത്. അതാണ് ഇന്ന് മനുഷ്യർക്ക് അങ്ങനെയാണ് മേടിക്കുക. നമ്മൾ പണ്ട് കടയിൽ പോകുമ്പോൾ ഇതെല്ലാം ആവശ്യമില്ലാത്തൊരു ട്രെൻഡാണ്. കടയിൽ പോകുന്ന നിങ്ങൾ ആരെങ്കിലും കടയിൽ പോകുന്ന മക്കളുണ്ടോ എന്ന് കൈവയ്ക്കുക സാധനം മേടിക്കാൻ? മക്കള് ഈ മോളൊക്കെ കടയിൽ സാധനം മേടിക്കാൻ പോകും. പലർക്ക് അങ്ങനെ പോകുന്ന മക്കളുണ്ടോ? കൈവയ്ക്കുക. എങ്ങനെയാണ് മേടിക്കാൻ പോകുന്നത്? നേരത്തെ എങ്ങനെയാണ് മേടിക്കാൻ പോകുന്നത് അറിയാം. ഒരു ലിസ്റ്റ് ഇരുത്, 100 പഞ്ചസാര, 250 പഞ്ചസാര അന്ന് കുറവാണ്, കാപ്പിപ്പൊടി 100, 5 കിലോ അരി, 1/2 കിലോ വെളിച്ചെണ്ണ, വേണ്ടതെല്ലാം ലിസ്റ്റുമായിട്ട് പോയിട്ട് നമ്മൾ ആ ലിസ്റ്റ് കൊടുത്തിട്ട് ആ ലിസ്റ്റിൽ എന്ത് മേടിച്ചു, സാധനം മേടിച്ചു. ഇന്ന് പോകുന്നത് എങ്ങനെയാ? മാളിലോട്ട് പോകുന്നു, ഒരു വണ്ടി എടുക്കുന്നു, ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു buy 2 get 1 free. ഇതും യൂസഫ് അലി ബൈബിള് വായിച്ചായിരിക്കും. എന്നാ കാര്യം ചോദിച്ചാൽ 2 കാശിന് 5 കുരുകില. അപ്പോൾ 1 കാശിന് എത്ര കുരുകില? 2. 2 എണ്ണം എടുത്താൽ buy 2 get 1 free. 2 കാശിനെടുത്താൽ 4, 1 എണ്ണം ഫ്രീ. ബൈബിള് വായിച്ചിട്ട് കൊടുത്തായിരിക്കും. buy 2 get 1 free. ഫ്രീ ഉള്ളതല്ല, ഓഫർ ഇങ്ങനെ എടുത്തിട്ട്. ഓഫർ പലതും നമുക്ക് വേണോ? വേണ്ട. ചെരുപ്പിന് ഓഫറുണ്ട്, പേസ്റ്റിന് ഓഫറുണ്ട്, അരിക്ക് ഓഫറുണ്ടോ? നിറപറയ അരി എടുക്കൂ, ഒരരി കൂടെ കൊണ്ടുപോകും, പറയൂ. തിന്നുന്ന സാധനത്തിനൊന്നും ഓഫറില്ല. പേസ്റ്റ് ഈ ഓഫറെല്ലാം കൂടെ എടുത്തിട്ട് 5 തലമുറയ്ക്ക് തേക്കാനുള്ള പേസ്റ്റ് ഇരിപ്പുണ്ട്. ചുമ്മാ ഓഫറുള്ളതല്ല. പേസ്റ്റ് തിന്നാനൊക്കെ പുതിയൊരു കണ്ടുപിടുത്തം ഞാൻ കണ്ടു. പേസ്റ്റ് ഇട്ട് കൂടുതലിരിക്കുന്ന പേസ്റ്റ് എടുത്തിട്ട് വണ്ടി കഴുകുന്നു. ഗ്ലാസ് കഴുകാൻ ഏറ്റവും നല്ല സാധനമാണ്. ചുമ്മാ ഇച്ചിരി തേച്ചിട്ട് വെച്ചാൽ ഗ്ലാസ് ക്ലിയറാണ്. അപ്പം കള്ളങ്ങൾ പറഞ്ഞാൽ നമ്മളെ വിശ്വസിപ്പിക്കുക. അതുകൊണ്ട് എന്തോ പറ്റുമെന്ന് അറിയാമോ? വെള്ളപ്പൊക്കം പ്രശ്നമായത് അതുകൊണ്ടാണ്. നേരത്തെ വെള്ളപ്പൊക്കം ഉണ്ട്, പ്രശ്നമൊന്നുമില്ലായിരുന്നു. വെള്ളപ്പൊക്കം വരുമ്പോൾ അച്ചായൻ്റെ തലയിലോട്ട് പിള്ളേരുടെ എല്ലാം തലയിൽ ഓരോ കൊട്ട സാധനം കൊടുക്കും. ഏറ്റവും ഒടിയിൽ അച്ചാനും അമ്മാമ്മയും കൂടെ ഇറങ്ങി വരും. മെത്ത 2-3 എണ്ണം കാണാം, അത് ചുരുട്ടി തട്ടമ്പുറത്ത് വെക്കും. ബാക്കി തടിക്കറ്റിലെല്ലാം കെട്ടിയിടും. ഇവർ പോയിട്ട് തിരിച്ചു വരുമ്പം വെള്ളം ഇറങ്ങും, ഒന്ന് കഴുകും, കയറി കിടക്കും. വെള്ളപ്പൊക്കം പ്രശ്നമായോ? ഇല്ല. വെള്ളപ്പൊക്കം പ്രശ്നമായത് എന്ത് കൂടിയത് കൊണ്ടാണ്? ഇതുപോലെ buy 2 get 1 ഫ്രീയാ. സാധനങ്ങൾ കൂടിയപ്പോൾ വെള്ളപ്പൊക്കം പ്രശ്നമായി അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പണ്ട് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആയിരുന്നു. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ടിൽ സാധനം മേടിച്ചാൽ ഒരു ലൈഫ് ലോങ് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പൻ്റെ കട്ടിൽ വീട്ടിലുള്ളവരൊന്ന് കൈപൊക്കിക്ക്. അപ്പൻ്റെ കട്ടിലോ മേശയോ വീട്ടിലുള്ളവർ. എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. എൻ്റെ അപ്പൻ്റെ 4 തലമുറയ്ക്ക് മുമ്പുള്ള മേശ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഉണ്ട് ഇല്ലേ? 3-4 തലമുറ കൈമാറും. പക്ഷെ ഇന്നും സോഫായും മെറ്റിയെല്ലാം. അപ്പോഴാണ് ജപ്പാൻ വന്ന് പറഞ്ഞു, നിങ്ങൾ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ട, 10 വർഷം ഉപയോഗിച്ചാൽ മതി. മെയ്ഡ് ഇൻ ജപ്പാൻ. അപ്പം 10 വർഷം. അപ്പോഴാണ് ചൈന വന്നത്. എന്തിന് 10 വർഷം? മേടിക്കൂ, യൂസ് ആൻഡ് ത്രോ. ചൈന എന്ന് പറഞ്ഞാൽ സമം ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? യൂസ് ആൻഡ് ത്രോ. ചൈന മൊബൈൽ മേടിച്ചു, കുറച്ച് കഴിയുമ്പം പോവും. എല്ലാം ചൈന വിലക്കുറവായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷെ ഇപ്പം വലിയൊരു പ്രശ്നം വന്നു. എവിടെ ഡംപ് ചെയ്യും? ഭൂമിക്ക് സഹിക്കാൻ വയ്യ. വേസ്റ്റ് എല്ലാം കൂടെ എവിടെ കൊണ്ടേ ഇടുന്നത്. പക്ഷെ ഇങ്ങനെ പോയില്ലെങ്കിൽ മാർക്കറ്റ് സജീവമാകണ്ടേ? അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോൾ ഓർത്തോണം, കാണാൻ നല്ലത് നോക്കി മനുഷ്യൻ മേടിക്കാൻ തുടങ്ങി.
ഇതെപ്പോഴും ഉണ്ട് ഈ പാപം. കാണാൻ നല്ലതും തിന്നാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യത. കാഴ്ചയ്ക്ക് ആദ്യം തോന്നിയത് കാണാൻ നല്ലതും തിന്നാൻ രുചിയുള്ളതും. കണ്ടു, മോഹിച്ചു, എടുത്തു, പറിച്ചു, കഴിച്ചു, തിന്നു, ഭർത്താവിനും കൊടുത്തു. പക്ഷെ അന്നേരം വെയിലറിയപ്പോൾ ആര് വന്നു? ദൈവം വന്നു. വെയിലറിയപ്പോൾ ആര് വന്നു? ദൈവം വന്നു. വളരെ കൃത്യമായിട്ട് ഓർക്കപ്പെടേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതം. ഈ സന്ധ്യയാകുമ്പോൾ ആര് വന്നു? ദൈവം വന്നു. അപ്പോൾ എന്നും സന്ധ്യയ്ക്ക് ഈ പാപത്തിന് മുമ്പ് ആര് വരുമായിരുന്നു? ദൈവം വരും. സന്ധ്യ എന്ന് പറയുന്നത് എന്താ? പകല് തീർന്നു, രാത്രി വരും. ഈ മനുഷ്യജീവിതത്തിന് സന്ധ്യകളുണ്ട്. എല്ലാ മനുഷ്യജീവിതത്തിലും സന്ധ്യ ഉണ്ടാകും. എല്ലാവരും, എവരിബഡി ഹാസ് ടു ഗോ ത്രൂ ഇറ്റ്. എവരി ഫാമിലി ഹാസ് ടു. സന്ധികളെ ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കും? പ്രതിസന്ധികളുടെ സന്ധികളുണ്ട്. കുഞ്ഞ് പഠിക്കാൻ പോയി, എന്തൊരു സ്വപ്ന. നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ചിന്തയുണ്ടായിരുന്നു. അവൾ പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടുമ്പോൾ അടുത്തതിനെ എന്ത് ചെയ്യും? പഠിപ്പിക്കും. കണക്കൂട്ടിയാ വിട്ടേ. പക്ഷെ അവൾ പഠിച്ചിട്ട് കല്യാണം ആലോചിച്ചപ്പോൾ അവളിപ്പം കെട്ടുന്നില്ല. ചോദിച്ചു വന്നപ്പം അവൾക്കൊരു പ്രേമം. ആരോടാ? ഒരിക്കലും ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരാളോട്. അപ്പോൾ അമ്മ ഒരു കാര്യം എടുത്തു. നിനക്ക് അവനെ കെട്ടണോടി, അതിനാണോടി നിന്നെ പഠിപ്പിച്ചത്. അവിടെ ഇങ്ങനെ നിൽക്കുക, മിണ്ടത്തില്ല. എൻ്റെ അമ്മ ഉൾപ്പെടെ ഈ ഞങ്ങളുടെ റാന്നിക്കാരെ അമ്മമാരെ എങ്ങനെ ജയിച്ചെന്നറിയാമോ? അവരുടെ ഒരു വജ്രായുധം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അയാതെ വരുമ്പോൾ തൃശ്ശൂർക്കാരുടെ അമ്മമാരെ എനിക്കറിയത്തില്ല. റാന്നിക്കാട് അമ്മമാരുടെ, ഞങ്ങളുടെ ജീവിച്ച റാന്നിക്കാരിലെ അമ്മമാർ എങ്ങനെ പിള്ളേരെ ഒതുക്കുകയും ചോദിച്ചാൽ, വേണോടി 10 മാസം നിന്നെ ഞാൻ കൊണ്ടടന്ന് നൊന്ത് പറ്റല്ലേ, നന്ദി ഉണ്ടോടി എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ചോദിച്ചു. അതിന് ഞാൻ എന്തിനാ നന്ദി പറയുന്നത്? ഇങ്ങോട്ടല്ലേ നന്ദി വേണ്ട. അതിനാ 10 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ അമ്മ ചത്തുപോത്തില്ലായിരുന്നു. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിന് എന്നോട് എന്തോ പറയണം? ഞാൻ വിലങ്ങനെ കിടന്ന അമ്മ എന്തോ ഇതിനെ ശ്വാസം മുട്ടി ചത്തുപോത്തില്ലായിരുന്നു. മര്യാദയ്ക്ക് ഞാൻ കുത്തി തലകീഴായി ഇറങ്ങി വന്നോണ്ടാ. അതുകൊണ്ട് എന്നോട് എന്ത് വേണം? നന്ദി വേണം. അത് വീട്ടിലെ അമ്മയുടെ അടുത്തൊരായുധമുണ്ട്. നീ പോമോടി, അന്ന് കേട്ടോടി, കേട്ടോടി. ആ ഒരു 5-6 ഇടിക്ക് ഒരുമാരിപ്പെട്ടതൊക്കെ അങ്ങ് അയമായിരുന്നു. ഇനി ഇടിക്കണ്ട, ഞാൻ കെട്ടുന്നില്ല. ആണോ? ലോകത്തൊന്നും അല്ലേ, അയമായിരുന്നു. പക്ഷെ ഇപ്പോൾ തന്നെ ഇടിച്ചാൽ അത് നിങ്ങളുടെ നെഞ്ച് പോകുന്നുള്ളൂ. അപ്പോഴാണ് അപ്പുറത്താരാണ്ട് പാടുന്നു, റെക്കോർഡ് വരുന്നു, നെഞ്ചിലാകെ കല്ലാണ്. നെഞ്ചൊന്നും മാംസമല്ല, എന്താ? കല്ല. ഇടിച്ചാൽ അയ്യോ ഇല്ല. അപ്പോൾ അപ്പൻ്റെ വജ്രായുധം എടുത്തു. അപ്പനൊരു വാക്കത്തിയുമായിട്ടൊരു വരവുണ്ട്. കൊന്തേരുണ്ട്. ഇല്ലേലില്ല. അവൾ പറയും, വെട്ടിക്കൂ. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അപ്പം ഉപദേശിച്ച് വിളിച്ചു. പക്ഷെ ഒരലിവുമില്ല. കൂടോത്രം കൈവേഷം. പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കണം. ഞാൻ വെള്ളം കൊടുത്തപ്പം പറയാ, എൻ്റെ പൊന്നു ഭാഷ, ഇതിനു മുമ്പ് ഒരു കുട്ടകം വെള്ളം കുടിപ്പിച്ചു, ഇത് പോത്തില്ല. പ്രേമം പാതാളം പോലെ കടുപ്പമുള്ള ഒരു കുട്ടവും വെള്ളം കുടിപ്പിച്ച് ഇത് പോത്തില്ല. ഞാനെന്താ ചെയ്യാൻ? എന്തായി? സന്ധ്യയായി. പക്ഷെ ഈ കേസൊക്കെ പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ടെന്ന് തന്നെ പറയും. പ്രാർത്ഥിച്ചാൽ മതി. വീട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പേപ്പറില്ല, പോട്ടെ, സാരമില്ല. പക്ഷേ മെത്തക്കടിയിൽ നിന്ന് കഞ്ചാവ് കിട്ടിയാലോ? സന്ധ്യയായി. എല്ലാം ലോണേലാ. അച്ഛന് ഗൾഫിൽ ജോലിയാ. പക്ഷേ കമ്പനി പൂട്ടി. 6 മാസമായിട്ട് ശമ്പളം ഇല്ല. എന്തായി? സന്ധ്യയായി. അതിൻ്റെ കൂടെ അമ്മയുടെ ദേഹത്തൊരു തടിപ്പ്, ബയോപ്സി. സന്ധ്യയായോ? സന്ധ്യയായി. ഈ സന്ധ്യയ്ക്കാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത്. പക്ഷെ എപ്പോഴും ഓർക്കണം, ഈ സന്ധ്യയ്ക്ക് ആര് നടന്നു വരും? യേശു വരും. 30-ാം സങ്കീർത്തനം കൂട്ടി വായിച്ച്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാമാർക്കും, ഉഷസ്സിൽ ആനന്ദഘോഷം വരും. ഇരുട്ടും സന്ധ്യയുമായിട്ടും ഇതെല്ലാമായിട്ട് ബന്ധ മനുഷ്യജീവിതത്തിൽ ഈ സന്ധ്യ ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കേണ്ടത്. കുടുംബ പ്രാർത്ഥനകളൊക്കെ ഉള്ളത് അതുകൊണ്ടാണ്. കഴിവതും പ്രാർത്ഥിക്കണം. അല്ലെ നമ്മുടേതായ കൺവീനിയൻ്റ് ആയിട്ട് ടൈം കണ്ടെത്തിയിരിക്കണം. സന്ധ്യകൾ മനുഷ്യനെ തകർക്കും.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സന്ധ്യയ്ക്ക് ഇങ്ങനെ എത്ര പ്രതിസന്ധിയാണെങ്കിലും ഞാൻ ജീവിതത്തിൻ്റെ ഒത്തിരി സന്ധികളിൽ കൂടെ പോയിട്ടുണ്ട്. ഒത്തിരി സന്ധിക്ക് പോയിട്ടുണ്ട്, സന്ധികൾ ഒത്തിരി പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കടന്നുപോയ സന്ധികൾ ചെറുതല്ല. പക്ഷേ എല്ലാ സന്ധിക്കും നടന്നു വരുന്നൊരു കാലച്ച കേൾക്കാം. അതെൻ്റെ കർത്താവിൻ്റെ കാലച്ചയാണ്. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷം ഉഷസിങ്കലും, പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷസ്ഥാനം. ആമേൻ. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല, പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. എല്ലാ സന്ധ്യയ്ക്കും ആര് വരും? ദൈവം വരും. നമ്മുടെ സന്ധികളിലാണ് വെയിലാറുക. എന്ത് ഈവനിങ് ദൈവം ഇങ്ങനെ നടന്നെടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാനമായ ജീവിതത്തിൻ്റെ സന്ധികൾ ഓരോ മനുഷ്യരുടെ ഉണ്ടാകാം. പക്ഷെ ആ സന്ധികളിൽ ആര് വരും? ദൈവം വരും. ദൈവം വരും. അതുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് പറയുന്നൊരു വാക്ക്, ആദാമും ഹവ്വയും ഇവിടെ ഉള്ളായിരുന്നു. അവിടെ സന്ധിക്ക് ആര് വരും? ദൈവം വരും. മുപ്പിരിച്ചേരുടെ ത്രീഫോൾഡ് കോഡ് കനോട്ട് ബ്രോക്കൺ ഈസിലി. മുപ്പിരിച്ചേരുടെ ആ വാക്കി ഇവിടെ ഇതിൻ്റെ ഒരു ബേസ് ആയിരിക്കണം. ആദാമും ഹവ്വയും എന്നും വൈകിട്ട് ആര് വരും? ദൈവം വരും. എന്നും വൈകിട്ട് ദൈവം വരും. ആ രാത്രിയിലും വന്നു. പക്ഷെ ആ രാത്രി വന്നപ്പോൾ ഒരു മാറ്റം ഉണ്ടായി പറയാം. പക്ഷെ മുപ്പിരിച്ചേരുടെ വേഗത്തിൽ എന്ത് ചെയ്യത്തില്ല, അറ്റുപോകത്തില്ല. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കുടുംബം ഡിവോഴ്സിലൊക്കെ പോകുമ്പോൾ ഓർത്തോണം, കുടുംബം ഒരു ചരടാണെങ്കിൽ പൊട്ടിപ്പോകാം, രണ്ട് പണയാണെങ്കിൽ എന്ത് ചെയ്യാം, പൊട്ടിപ്പോകാം. കുടുംബ സംവിധാനങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. നമ്മളൊരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിലാണ് താമസിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല വീടുകളിലൊക്കെ നോക്കിയ 5, 8, 10 എന്തുണ്ട്, മുറിയുണ്ട് അല്ലേ? 8, 10 മുറി, ഒത്തിരി പേര് ഒന്നിച്ച് താമസിക്കുക, ജോയിൻറ്റ് ഫാമിലി. അത് കഴിഞ്ഞപ്പോൾ എക്സ്റ്റൻഡഡ് ഫാമിലിയായി. എന്താ പട്ടിമൻ ബൈ എക്സ്റ്റൻഡഡ് ഫാമിലി? പിള്ളേരാരെങ്കിലും ഒന്ന് പറഞ്ഞു, എക്സ്റ്റൻഡഡ് ഫാമിലി എന്താ? 3 തലമുറ, അപ്പച്ചനെ, അമ്മച്ചി, മോനെ, ഭാര്യ, മോൻ്റെ പിള്ളേർ, ഒരു 3 തലമുറ ഒന്നിച്ച് താമസിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? എക്സ്റ്റൻഡഡ് ഫാമിലി. അത് കഴിഞ്ഞപ്പോൾ എന്തോ വന്നു പറഞ്ഞു? ശരിയാ, അതിൻ്റെ മലയാളം എന്താ? അണുകുടുംബം. അതാരൊക്കെയാ? ഭാര്യയും ഭർത്താവും 2 പിള്ളേർ, ഒന്നല്ലെങ്കിൽ. അപ്പം അതിനെപ്പറ്റി രസകരമായൊരു ഡെഫിനിഷൻ കേട്ടിട്ടുണ്ട് ന്യൂക്ലിയർ അണുകുടുംബത്തെപ്പറ്റി. ഒരു ഡാഡി, ഒരു മമ്മി, ഒരു കുട്ടി, ഒരു പട്ടി, ഒരു വണ്ടി, ഒരു വീട്. ശരിയല്ലേ? ഒരു ഡാഡി, ഒരു മമ്മി, ഒരു വണ്ടി, ഒരു വീട്, ഒരു കുട്ടി, പിന്നെ എന്തോ കാണും, ഒരു പട്ടി. ഇത്രയും ഉണ്ടെങ്കിൽ എന്തായി? ന്യൂക്ലിയർ ഫാമിലി. പിന്നെ മുമ്പോട്ട് പോയി. ഇപ്പം ഒത്തിരി ഫാമിലികൾ, ഫാമിലി ഇങ്ങനെ നോക്കുക. പേരൻലെസ് ഫാമിലീസ് ഉണ്ട്, അപ്പനും അമ്മയും മരിച്ചു പോയവർ. പിന്നെ ചൈൽഡ്ലെസ് ഫാമിലീസ് ഉണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ ഇപ്പം ജനറേഷനിൽ കൂടുകയാണ്, മക്കളില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ. പിന്നെ വേറൊരു ഫാമിലി ഉണ്ട്, സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ളവർ, ഡിവോഴ്സ്ഡ് ഫാമിലീസ് ഒത്തിരി കൂടുകയാണ്. ഒന്നിൽ അപ്പനും പിള്ളേരും, അല്ലെങ്കിൽ അമ്മയും മക്കൾ, സിംഗിൾ പേരൻ്റ്. ഇനി വേറൊരു പ്രശ്നമാണ്, ഇപ്പം വന്നിട്ട് സെയിം സെക്സ് മാരേജായി. ഒരേ ലിംഗത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു? കല്യാണം കഴിച്ചിരിക്കും, സെയിം സെക്സ് മാരേജായി, ലിവിങ് ടുഗദറായി. ഇതെല്ലാം നടക്കുമ്പോഴും കുടുംബം എന്താണെന്ന് മറക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ കുടുംബം, ഇതുകൊണ്ടാണ് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുള്ളത്. കുടുംബം 2 പിണയല്ല, പിന്നെന്താ? 3 പിണയാണ്. ഭാര്യയും ഭർത്താവും ആരും കൂടെ? ദൈവം കൂടെ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട്
പ്രാർത്ഥിച്ചൊക്കെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണം. അതിനാണ് 3 വട്ടം സഭ കൂടി ഉറപ്പിക്കുന്നത്. ഇന്നടത്ത് ഇന്നാരുടെയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തുമെന്ന് ഞങ്ങൾ ഇന്ന ദിവസം ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് സഭാപ്രതികൾ ഒപ്പിട്ട്, ദേവദാസന്മാർ ഒപ്പിട്ട്, അപ്പനും അമ്മയും ഒപ്പിട്ട്, ചെറുക്കനും പെണ്ണും ഒപ്പിട്ട്, എന്നിട്ട് സാക്ഷികൾ ഒപ്പിട്ടിട്ട് 2 കാരണന്മാരെ മുമ്പിലോട്ട് വന്നിട്ട് കുറി കൊടുക്കട്ടെ, കുറി വാങ്ങട്ടെ. എന്നിട്ട് അവർ തമ്മിൽ എന്തോ പിടിക്കും? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. അതുകൊണ്ട് ഉറപ്പിച്ചിട്ട് ഒത്തിരി നീട്ടിയിടരുത്. നമുക്കൊന്നും വിലയില്ല പോകും. ഉറപ്പിച്ചിട്ട് നീട്ടിയിട്ട ഇവർ 2 ദിവസം കഴിയുമ്പം പിണങ്ങും. ഇതൊക്കെ വലിയ സങ്കടം. അപ്പം നമ്മുടെ ഒപ്പിന് ഒരു വിലയില്ലേ? നമ്മളൊക്കെ നീട്ടിപ്പിടിച്ച ഒപ്പിടുന്നേ. നമ്മുടെ ഒപ്പിന് ഒരു വിലയില്ലേ? ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ച അതിനൊരു വിലയുള്ള ഒപ്പ. ചുമ്മാ ഒപ്പിടുവന്നോ? ഏറ്റവും കൂടുതൽ ഉപദേശം ഒപ്പിടുന്നേ. ചെറുക്കനും പെണ്ണും സാക്ഷി എല്ലാം ഒപ്പിട്ടിട്ടാ നമ്മൾ ഒപ്പിടത്തുള്ളൂ. നമ്മുടെ ഒപ്പിനൊരു വിലയില്ലേ? എന്താ അർത്ഥം? ഉവ്വെന്നും ഇല്ല. വളരെ ചിന്തിച്ച് കാണാൻ ചെയ്യണം. പക്ഷെ എന്താണെന്നറിയാമോ? 3-4 കോടാ. 3 പിണയാ. ഭാര്യ, ഭർത്താവ്, ദൈവം. ഹല്ലേലൂയ. ഇത് എന്നെ മനസ്സിലാക്കി തന്നൊരു കാര്യമുണ്ട്. എൻ്റെ സാക്ഷ്യങ്ങൾ പലരും കേട്ട് കാണാം, ഓൺലൈനിലൊക്കെ ഉള്ളതുകൊണ്ട്. പെങ്ങൾ മരിച്ചുപോയി. പെങ്ങൾ ഒരു 18 കഴിഞ്ഞ് 19ാമത്തെ വയസ്സിൽ 18 കഴിഞ്ഞിട്ട് 19 ആകുന്നതിന് മുമ്പ് കല്യാണം നടന്നു. കല്യാണം കഴിച്ച് കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ടായി. ആദ്യം ഒരു മോള്, രണ്ടാമതൊരു മോള്. അപ്പോൾ ഒരു 22-23 വയസ്സായപ്പോഴത്തേന് 2 പിള്ളേരായി. മൂത്ത മോക്കൊരു 3-4 വയസ്സ്, ഇളയ മോൾക്ക് 3 മാസം. ആ സമയത്താണ് ഇവിടെ BP കുറയാതെ ഞങ്ങളിങ്ങനെ, ഞാനും അവളും കൂടെ പോന്നേ. ഒടുവിലെ ഡോക്ടറെ കണ്ടപ്പം, നെഫ്രോളജിയെ കണ്ടപ്പോൾ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു അവിടെ കിഡ്നി ഫെയിലായി. അപ്പോൾ തന്നെ ഒരു 40% ഉള്ളൂ. ട്രിപ്പ് ചെയ്യാൻ തുടങ്ങി, ആൽബമിൻ കൂടി നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം ഒരു 6 വർഷത്തേക്ക് വരെ ഓടാം. ഇതിനിടയ്ക്ക് ഷുഗറും പ്രഷറും കണ്ടുകൊണ്ടാണെങ്കിൽ ദാറ്റ് വിൽ മൂവ് ബിറ്റ് ഫോർവേഡ്. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഒക്കെ റെഡിയാക്കണം. അപ്പം ഇവിടെ പെട്ടെന്ന് ക്ഷീണിച്ചു. കുഞ്ഞുങ്ങളല്ലേ, പെൺകുഞ്ഞുങ്ങളാണ്. അപ്പം പെൺകുഞ്ഞുങ്ങൾക്കാണ് അമ്മയെ വേണ്ടത് അല്ലേ, ആൺകുഞ്ഞുങ്ങളെക്കാട്ടിലും കൂടുതൽ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളൊന്നും കുളിക്കണം, തന്നെ ഡ്രസ്സ് മാറണം, അതുവരെ ഇവർക്ക് ആയുസ് കൊടുക്കണം. അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടായുള്ളൂ. ഒരു ദിവസം കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ, അവൾ 5-ലോ 6-ലോ, ഇവർക്ക് BP കൂടി. ഇവളെയും കൊണ്ട് ഞാൻ അമൃതയിൽ കൊണ്ടുപോവുക. അമൃതയിൽ കൊണ്ടുപോകാൻ വേണ്ടി വെളുപ്പിനെ പോകണം. വെളുപ്പിന് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയാൽ എൻ്റെ പെങ്ങൾ അവിടെ വെച്ച് ആ റെസ്റ്റ് റൂമിൽ വെച്ച് മയങ്ങിപ്പോയി. അവൾ ആ ക്ലോസറ്റേ ഇരുന്ന് മയങ്ങിപ്പോയി. അവൾക്ക് എഴുന്നേക്കാൻ വയ്യ, വിളിക്കാൻ വയ്യ, അവിടെ ദൃഷ്ടി മറഞ്ഞു. അവൾക്ക് മനസ്സിലായി അവൾ മരിച്ചു. അവിടെ ഓർമ്മ പോയി, പ്രജ്ഞയറ്റു. പക്ഷെ ഒരു അത്ഭുതം ഉണ്ടായി. ആ ഇടുങ്ങിയ റെസ്റ്റ് റൂമിനകത്ത്, ടോയ്ലറ്റിനകത്ത് ആരോ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തട്ടി ഉണർത്തി. അവൾ നോക്കുമ്പോൾ കണ്ണു തുറന്ന്, വെളിപ്പാടല്ല, ലിറ്ററലി കാണുക, കണ്ണു തുറന്നിരുന്ന് കാണുക. ആ കൈവിരൽ ആ ഇടുങ്ങിയ ബാത്റൂമിൽ വെള്ളി അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിടുന്നു, മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല. പിന്നെ വർഷങ്ങൾ ജീവിച്ചിരുന്നു. മരിച്ചു. പക്ഷെ മൂത്ത മോള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പം ഞങ്ങളോട് കത്താവേ 10ൻ്റെ റിസൾട്ട് ഒന്ന് കണ്ടിട്ട് എടുക്കാവേ. അവൾ 10 പാസ്സായി, +2 പാസ്സായി, ഡിഗ്രി പാസ്സായി, PG പാസ്സായി, MBA എടുത്തു. ദൈവമേ, കല്യാണം ഞാൻ റാന്നി വെച്ച് കല്യാണം നടത്തി. അതിന് കാരണമുണ്ട്. എല്ലാവരെയും വിളിക്കട്ടെ, എല്ലാവരും കണ്ടു. ഇവൾ മരിക്കാറായിരിക്കുക ആയതുകൊണ്ട് എല്ലാവരും വന്നപ്പോൾ 1-2 പേരൊന്നുമല്ല, 3500 പേര് വന്നു. എനിക്കും പ്രതീക്ഷയില്ലായിരുന്നു, സ്നേഹം കൊണ്ട് വന്ന. പക്ഷെ എല്ലാവർക്കും ഫുഡൊക്കെ തികഞ്ഞു, അത് വേറെ കാര്യം. അപ്പം ഞങ്ങളോർത്ത് ഇനി അങ്ങ് ചത്തുപോകല്ലേ. പക്ഷെ അവള് ചത്തില്ല. അവള് ചത്തില്ല. അവിടെ കൊച്ചിനെ കണ്ടു. ഇളയ കുഞ്ഞിൻ്റെ കല്യാണം ഉറച്ചിട്ട് അവൾ മരിക്കുന്നേ. ദീർഘവർഷങ്ങൾ പിടിച്ചു നിർത്തിയ ഒറ്റ വാക്യ, മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോത്തില്ല. മറക്കരുത്, കുടുംബങ്ങളെല്ലാം എന്തായിരിക്കണം? മുപ്പിരിച്ചരുടെ. നമ്മുടെ ശക്തിയാണെ പൊട്ടിപ്പോവും, നമ്മുടെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടാണ് പൊട്ടിപ്പോവും. പക്ഷെ ഈ ബലഹീന കാര്യങ്ങളെ തമ്പുരാനുമായിട്ടേക്ക് കയറി പിണയണം. എന്നും വെയിലാറുമ്പോൾ ദൈവം ഇങ്ങനെ നടന്നു വരും. ആ നടന്നു വരുമ്പോൾ ഇവർ 3 കൂടി ഇങ്ങനെ പിടിക്കുക. നമ്മുടെ സന്ധ്യ ഭയങ്കര പാടാ കേട്ടോ. ഞാൻ കടന്നുപോയ സന്ധ്യകൾ വലുതായിരുന്നു. ഞാനും ഭാര്യയും തന്നെ കണ്ണോട് കണ്ണ് നോക്കിയിരുന്ന് നേരം എങ്ങനെ വെളുപ്പിക്കുമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. നാളത്തെ ദിവസം എങ്ങനെ ഫേസ് ചെയ്യും പ്രശ്നങ്ങൾ. പക്ഷെ ഒന്നെനിക്കറിയാം, ഒന്നും സംഭവിച്ചില്ല.
തീങ്ക വഴുകുരുന്ന പോലെ, കാറ്റിങ്ക പുക പതർന്ന പോലെ, 1000 പ്രശ്നങ്ങൾ വന്ന വഴിക്ക് പോയി മടങ്ങി വരാത്ത കാറ്റ് പോലെ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഒരു അത്ഭുതമാണ്. പക്ഷെ ഒന്നെനിക്കറിയാം,